എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഇന്ന് അവിടുത്തെ നാമത്തിൽ ഞങ്ങളെ ഒന്ന് ഒരുക്കണമേ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലൊന്ന് പ്രവർത്തിക്കണമേ. നമ്മൾ തലമുറയുടെ വിഷയവുമായിട്ടായിരിക്കും ഇരിക്കുന്നേ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിഷയമായിട്ടായിരിക്കും ഇരിക്കുന്നേ. അല്ലെങ്കിൽ നമ്മുടെ വിഷയം കൊണ്ടായിരിക്കും ഇരിക്കുന്നേ. രോഗികളായിട്ട് ഭാരപ്പെടുന്നവരുണ്ടാവും. സമാധാനം ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ടാവും. കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ടാവും. ഹല്ലേലൂയ, സ്തോത്രം. വ്യത്യസ്തമായ അനുഭവങ്ങൾ. കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നവര്, ഇല്ലേ? തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവര്, ഉള്ള തലമുറ, ഹല്ലേലൂയ, ദൈവികമായി ജീവിക്കാനായിട്ട് ദൈവത്തോട് കൃപ ചോദിക്കുന്ന ദൈവദാസിമാര് ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. ഹല്ലേലൂയ, സ്തോത്രം. ഏത് വിഷയാണേലും കർത്താവിന്റെ സന്നിധിയില് നമുക്കിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് അപ്പോള് ഞാൻ ഇന്ന് നമ്മുടെ കർത്താവുമായിട്ടുള്ള ഒരു ഒരു കൂടിക്കാഴ്ച, അല്ലെ? നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല. ആ പാട്ടാ പാടിയത്, അല്ലേ? യേശുപ്പച്ചന്റെ അപ്പച്ചനോട് കൂടെ അപ്പനെ കാണാതെ. അപ്പൊ ഈ ഇടയ്ക്ക് ഇവിടെ അടുത്തുള്ള ഒരു ആന്റി എന്നോട് പറഞ്ഞു, സിനി, നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കും അത് വിശ്വസിക്കാം, അല്ലേ? നമ്മൾ ഈ ജീവനോടെ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുന്ന ആ ഒരു സമയത്ത്, ഇന്ന് രാത്രിയില് യേശുപ്പച്ചൻ ഇപ്പൊ നമ്മള് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് വരുന്നെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ എന്തു ഭാഗ്യവാന്മാരാ, അല്ലെ? നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആത്മാവി ബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പ്രാണ പ്രിയന് നമ്മളെ ചേർക്കാനായിട്ട് വരുന്നത് ഒന്ന് ആത്മാവിലൊന്ന് കണ്ടേ. ഹല്ലേലൂയ, സ്തോത്രം. ആ സന്തോഷത്തിൽ നമ്മൾ എടുക്കപ്പെടുന്നതായിട്ടൊന്ന് കണ്ടേ. ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് ഹല്ലേലൂയ, ഒരു മോന്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു സാക്ഷ്യം കേട്ടതാ. ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു സാക്ഷ്യം കേട്ടതാ. 1-2 വർഷമായി ഞാനത് കേട്ടിട്ട്. ഇങ്ങനത്തെ ചില സാക്ഷ്യങ്ങളൊക്കെ നമ്മളെ ജീവിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരപ്പനും അമ്മയ്ക്കും ഒരു മോന്, ഒറ്റ മോനേ ഉള്ളെന്നാ തോന്നുന്നേ. അവന് ഭയങ്കര ലോകപരമായിട്ട് ഈ കുഞ്ഞങ്ങ് നടക്കുക. അവന് അധികം പ്രായമൊന്നുമില്ല, കൊച്ചു പ്രായമാ. പക്ഷേ അവന് ഈ ലോകത്തിൻ്റെതായ കൂട്ടുകെട്ടും, അപ്പായും അമ്മയും വിശ്വാസത്തിലാ. അവര് 7 മണിയാവുമ്പത്തേക്കും പാട്ടുപാടി പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2-3 മണിക്കൂറാ ദൈവമക്കളെ സന്ധ്യപ്രാർത്ഥന ഇവരുടെ. അതുപോലെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയില് ഒരുങ്ങുന്ന ഒരപ്പന്റെയും അമ്മയുടെയും മോനാ. ഹല്ലേലൂയ, സ്തോത്രം. അവന് അധികം പ്രായമൊന്നുമില്ല. അവന് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ അവന് ഒരുപാട് കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരോടൊത്ത് ഹല്ലേലൂയ, സ്തോത്രം, ആനന്ദിച്ചിട്ടൊക്കെ രാത്രി 1 മണി 12:30 ഒക്കെ ആകുമ്പോഴാണ് ഈ മോൻ വീട്ടിൽ വരുന്നത്. ഈ മോന് ഭക്ഷണം കൊടുത്തിട്ട് വേണം ഈ അമ്മയ്ക്കൊന്ന് കിടന്നുറങ്ങാന്. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോ ഇവൻ ഈ 12:30 വരെ, 1 മണി വരെ ഈ അമ്മയ്ക്കും അപ്പനും ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, മോൻ വീട്ടിൽ വരാതെ. കാത്തിരിക്കുമ്പോഴ് വന്നു കഴിയുമ്പോൾ പറയും, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ വന്നേന്ന് പറയും. എന്നിട്ട് ഈ മോൻ കിടന്നുറങ്ങും. ഒരു ദിവസം ഈ അപ്പനും അമ്മയും കൂടെ കരം കോർത്ത് പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കിടന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ മോൻ അതേപോലെ പതിവ് പോലെ 1 മണി 12:30 ഒക്കെ ആയപ്പോ വീട്ടിൽ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ഒരു പുതിയ വ്യക്തിത്വമായിട്ടാ ഈ മോൻ രാവിലെ എഴുന്നേറ്റ് വരുന്നത്. എന്നാ കാര്യം എന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ അപ്പച്ചൻ സ്വർഗവും നരകവും രാത്രിയിൽ ഒരു ദർശനത്തിൽ ഈ മോനെ അങ്ങ് കാണിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ആൾ മാറിയവനെ പോലെ ഈ കുഞ്ഞായി തീരാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചന് അസാധ്യമായത് എന്നാ ഉള്ളേ? ഹല്ലേലൂയ. ആ അപ്പന്റെ അമ്മയുടെയും പ്രാർത്ഥന വെറുതെ ആയോ? ഹല്ലേലൂയ, സ്തോത്രം. ഐക്യതയോടെ നമ്മൾ ഏത് വിഷയത്തിന്മേലാണോ ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിന്മേലാ നമ്മുടെ ഹൃദയം പൊടിഞ്ഞുകൊണ്ടിരിക്കണേ, ഏത് വിഷയം നമുക്ക് ആരോട് പറയാൻ കഴിയാതിരിക്കുന്നത്, നമ്മുടെ അപ്പച്ചനോട് പറയുന്നത് പോലെ വിശ്വസ്തയോടെ, ഹല്ലേലൂയ, സ്തോത്രം, സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ആരോടേലും പറയാൻ പറ്റുമോ? ഇവിടെ അപ്പച്ചനോട് പറയാൻ ഐക്യതയോടെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ ഐക്യതയോടെ ആയിരുന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ശ്രേഷ്ഠത വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ കുഞ്ഞുങ്ങളുടെ കരം പിടിച്ച് നമ്മുടെ ഏത് വിഷയം, വലിയ വലിയ ദൈവദാസന്മാരും വലിയ വലിയ ദൈവദാസിമാരും ഒക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും വലിയ കാര്യമാണ് വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ. ഞാന് ഈ 1 വയസ്സായ കുഞ്ഞിന്റെ ആണെങ്കിലും കൈ പിടിച്ചങ്ങ് പ്രാർത്ഥിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്തെല്ലാം ജീവിതാനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? എത്ര സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരാ നമ്മള്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും.
വിശ്വാസത്താലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് അല്ലേ? ഈ ഇടയ്ക്ക് ഒരു ആന്റിയുടെ സാക്ഷ്യം ഞാൻ കേട്ടു. ഒരു സാലി എന്ന് പറഞ്ഞൊരു ആന്റി. ഈ ആന്റിക്ക് മക്കളില്ലായിരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. കുഞ്ഞുങ്ങളില്ല. വർഷങ്ങളായിട്ട് ഈ ആന്റിക്ക് മക്കളില്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഈ ആന്റിക്ക് ഭയങ്കര വിശ്വാസമാ. ആന്റി 2 പേര്, ഒരു ആൺകുഞ്ഞിന്റെയും ഒരു പെൺകുഞ്ഞിന്റെയും പേര് ഒരു സ്റ്റിക്കറേൽ എഴുതിയിട്ട് അതിങ്ങനെ വയറേൽ ഒട്ടിച്ചു വെച്ചിട്ട് ഈ ആന്റി ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിരിക്കുന്നത്, ചർച്ചിൽ പോയിരിക്കുന്നത് ഈ സ്റ്റിക്കർ വയറേൽ ഒട്ടിച്ചിട്ടാ. ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഇതേപോലെ പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ ആകുമോ? ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ഈ ആന്റി ചെയ്യുന്നത് വീടിന്റെ ഫ്രണ്ടില് ഹല്ലേലൂയ സ്തോത്രം സ്കൂൾ വണ്ടി വരും. എന്നിട്ട് മക്കളില്ല. സ്കൂൾ വണ്ടി വരുമ്പോ അടുത്തുള്ള പിള്ളേരെല്ലാം സ്കൂൾ വണ്ടിയിലോട്ട് കേറുവാ. കേറുന്ന സമയത്ത് ഈ ആന്റി വിളിക്കുക, "ജോണേ, സ്കൂൾ വണ്ടി വന്നു. വന്ന് കേറിക്കേ." ഹല്ലേലൂയ സ്തോത്രം. പിന്നെ മോളുടെ പേര്, ആ മോളുടെ പേര് എന്നാന്ന് എനിക്കറിയത്തില്ല. "മോളെ, നീ വന്ന് സ്കൂൾ വണ്ടി പോകാറായി. വന്ന് കേറിക്കേ." ഹല്ലേലൂയ സ്തോത്രം. ഈ ആന്റി ഈ 2 പേര് വിളിച്ച് ഹല്ലേലൂയ സ്തോത്രം സ്കൂൾ വണ്ടിയിലോട്ട് കേറ്റുവായിരുന്നു. ഹല്ലേലൂയ. അതാ വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഈ ആന്റി പ്രാർത്ഥിച്ചതുപോലെ തന്നെ വിശ്വാസത്താല് ആ പേര് വിളിച്ചതുപോലെ തന്നെ 2 മക്കളെ ദൈവം ആ ദേവദാസിക്ക് കൊടുക്കാനിടയായി. ചിന്തിച്ചു നോക്കിക്കേ. വെറുതെ ആ ദേവദാസിയെ കർത്താവ് നിരാശപ്പെടുത്തിയോ? ഹല്ലേലൂയ സ്തോത്രം. എന്തുമാത്രം അല്ലേ? ഈ ഒരു സാക്ഷി ഞാന് ആ കോവിഡിന്റെ സമയത്താ ഞാനിങ്ങനെ ഒരു ഹല്ലേലൂയ സ്തോത്രം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താ ഈ ആന്റി മെസ്സേജ് തരാനായിട്ട് നമ്മുടെ മീറ്റിംഗിൽ കേറുന്നത്. ആ ആന്റി സാലി എന്ന് പറഞ്ഞ ഒരു ആന്റിയുടെ സാക്ഷിയാ ഞാൻ ഈ പറഞ്ഞത്. ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് ചിന്തിച്ചേ. ഞാൻ ഇന്നലെ ഭയങ്കര കടഭാരമായിട്ട് ഒരു സിസ്റ്ററും ഒരു ബ്രദറും കൂടി ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞാൻ പറഞ്ഞു, "നിങ്ങള് ആത്മാവിലൊന്ന് കണ്ടേ, അനേക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട്, ഹല്ലേലൂയ സ്തോത്രം, അനേക ഭവനം വെച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങളെ സഹായിക്കുന്നതായിട്ട് ആത്മാവിലൊന്ന് കണ്ടേ." ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ആത്മാവിൽ കാണേണ്ടത് എന്താ? ഞാന് ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ള കുഞ്ഞുങ്ങള്, വേദനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാ ഞാന്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞാനൊരു രോഗിയാ. എന്റെ രോഗം മാറിയിട്ട് ഞാൻ വേറൊരു രോഗിക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നതായിട്ട് ഞാൻ കാണും. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക അല്ലേ? കണ്ട ദേശമാണോ? കണ്ട ദേശമാണോ? ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യേശുപ്പച്ചന്റെ ദൈവത്തിന്റെ പിതാവിന്റെ ശബ്ദം കേട്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എപ്പോഴും നിരാശപ്പെട്ട് വേദനിച്ച് നെഗറ്റീവും പറഞ്ഞ് ഹല്ലേലൂയ എന്നാ എന്റെ കുടുംബം ഒന്ന് രക്ഷപ്പെടുന്നത്? എന്റെ ഈ ദാരിദ്ര്യം എന്നാ മാറുന്നത്? എന്റെ വിഷയം, എന്റെ ഈ രോഗം എന്നാ മാറുന്നത്? എന്റെ കുഞ്ഞുങ്ങൾ എന്നാ ഒന്ന് അനുഗ്രഹിക്കപ്പെടുന്നത്? എന്റെ അച്ചായൻ എന്നാ ഒന്ന് ആൾ മാറിയവനെ പോലെ ആകുന്നത്? ഞാൻ എന്നാ ഒന്ന് ദൈവകൃപ പ്രാപിച്ച് എഴുന്നേൽക്കുന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പറയുന്നു, നമ്മൾ തന്നെ ഇരിക്കുമ്പോഴൊക്കെ ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ എന്താ സംസാരിക്കേണ്ടത്? കർത്താവ് എനിക്ക് ചെയ്തു. എന്റെ കടഭാരം വീടിയതിനായി സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടച്ചതിനായി സ്തോത്രം. എന്റെ മക്കൾക്ക് എനിക്ക് തലമുറകളെ തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എന്റെ വിഷയത്തിന് കർത്താവ് മറുപടി തന്നതിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളോട് ആരെങ്കിലും പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദൈവസഭയില് ആരെങ്കിലും നമ്മളെക്കാൾ വേദനിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും വേദനിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വിഷയമൊക്കെ എടുത്തങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ? എന്റെ വിഷയത്തിന് വിടുതലായി യേശുപ്പച്ചാ, എന്റെ വിഷയത്തിന് അങ്ങ് വിടുതൽ തന്നതുപോലെ അവരുടെ വിഷയത്തിന് അങ്ങ് വിടുതൽ കൊടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമ്മള് സഹോദരിമാര് ഇല്ലേ? നമ്മള് എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ. നമ്മള് സൗമ്യതയുള്ളവരായിരിക്കണം എന്നാ പറയുന്നത്. വിശുദ്ധ സഹോദരിമാര്, വിശുദ്ധ സ്ത്രീകൾ എങ്ങനെയായിരുന്നു? ആ അവര് സൗമ്യതയോടെ അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സഹോദരിമാരുടെ സൗന്ദര്യം എന്നാ ദൈവമക്കളെ? സൗമ്യതയാ അല്ലേ? കളറോ, മുടിയോ, അല്ലാണ്ട് വിലയേറിയ വസ്ത്രോ, മുത്തോ ഒന്നുമല്ല. സൗമ്യതയോടെ നമ്മളായിരിക്കുന്നതാ അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സൗന്ദര്യം. അപ്പോഴ് നമുക്ക് എപ്പോഴും ഒന്നും സൗമ്യത ഒന്നും വരത്തില്ല. അപ്പൊ എവിടുന്നാ സൗമ്യത?
ഭക്തിയുടെ ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് സൗമ്യത. ജ്ഞാനമുണ്ട്. ജ്ഞാനം എന്താണ്? യഹോവ ഭക്തി തന്നെ ജ്ഞാനം. ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം. അതെവിടെയാ പറഞ്ഞിരിക്കണേ? യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം അല്ലേ? യഹോഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ജ്ഞാനമുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാ അറിയുന്നേ? ഈ ജ്ഞാനത്തിലാണോ നമ്മൾ ആയിരിക്കുന്നത്? യാക്കോബിന്റെ ലേഖനം അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പൊ സൗമ്യത എന്ത് ചെയ്യണം? അത് നമ്മളിൽ നിന്ന് പ്രകടമാകണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കർത്താവിന്റെ പ്രതിരൂപങ്ങളാകാൻ വേണ്ടിയിട്ടാ ആഗ്രഹിക്കുന്നല്ലേ? കർത്താവേ, അങ്ങയുടെ പ്രതിരൂപമാക്കണേ എന്നാ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇല്ലേ? ഓരോ നിമിഷവും കർത്താവിനോട് നമ്മൾ എന്നാ പറയുന്നേ? യേശുപ്പച്ചാ, അവിടുത്തെ അങ്ങയെ പോലെ അവിടുത്തെ ഹൃദയം ഞങ്ങൾക്ക് തരണേ, അവിടുത്തെ പ്രതിരൂപമാകാൻ ഞങ്ങളെ സഹായിക്കണമേ, അവിടുത്തെ ശബ്ദം ഞങ്ങൾക്ക് തരണമേ, അവിടുത്തെ ഭുജമാക്കി ഞങ്ങളെ മാറ്റണമേ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഈ ശക്തി നമുക്ക് വേണം. ശക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആരോടാണ് സൗമ്യത? നമ്മളെ സ്നേഹിച്ച് നമ്മളെ നല്ലോണം ബഹുമാനിക്കുന്നവരോടാണോ സൗമ്യതയോടെ നിൽക്കാന് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്നത്? അല്ല അല്ലേ? പത്രോസിന്റെ ലേഖനമാണെന്ന് തോന്നുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലാന്ന് തോന്നുന്നു. മൂർഖന്മാർക്കും നമ്മൾ കീഴടങ്ങണം അല്ലേ? മൂർഖന്മാർക്കും കീഴടങ്ങണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. മൂർഖൻ എങ്ങനെയാ നിൽക്കുന്നത്? ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുക അല്ലേ? പത്തി വിടർത്തി നിൽക്കുന്ന പോലെ നിൽക്കുന്നവരുടെ മുമ്പിലും നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ഹല്ലേലൂയ, സ്തോത്രം. കീഴടങ്ങിയിരിക്കണം. സൗമ്യതയുള്ളവർക്കല്ലേ കീഴടങ്ങാൻ പറ്റത്തുള്ളൂ അല്ലേ? ആകയാൽ ദൈവത്തിന് കീഴ്പ്പെട്ടിരിപ്പീൻ, സാത്താനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ കടഭാരമുള്ളവര്, രോഗമുള്ളവര്, വീട്ടിൽ വിഷയമുള്ളവര് എന്നാ ചെയ്യണ്ടേ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, 24 വർഷം ഹല്ലേലൂയ, സ്തോത്രമുള്ള ഈ 23 വർഷം കഴിഞ്ഞു. ഈ വിശ്വാസ ജീവിതത്തില് കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു ഭാഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര നമുക്ക് സൗമ്യതയില്ലാതെ, ഹല്ലേലൂയ, നമുക്ക് താഴ്മയില്ലാതെ, നമ്മൾ എത്ര ആരാധിച്ചാലും, നമ്മൾ എത്ര ഉപവസിച്ചാലും നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതലാകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കാതെ സാത്താനോട് നമ്മൾ എതിർത്ത് നിൽക്കുന്നത് അന്യഭാഷ പറയുമ്പോഴല്ല, നമ്മൾ ദൈവത്തിന് കീഴ്പ്പെടുമ്പോഴാണ്. നമ്മൾ ദൈവത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ എന്നാ? വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അല്ലേ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വചനം ഉണ്ടല്ലോ, നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 14-ന്റെ 23-ാം വാക്യം ഒന്ന് വായിക്കാവേ. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോഴ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം 119-ാം സങ്കീർത്തനം കാണാതെ പഠിക്കുമെന്നല്ല, കാണാതെ പഠിച്ചിട്ട് മത്സരത്തിനൊക്കെ ചൊല്ലൂന്നല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം മൊത്തം ഞാൻ അങ്ങ് കാണാതെ പഠിച്ചു എന്നല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. പ്രമാണിക്കും എന്ന് പറഞ്ഞാല് ആ വചനത്തിൽ നമ്മൾ ജീവിക്കും. വചനത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിടുതലുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എന്നെ പഠിപ്പിച്ച ഒരു പാഠമാണ്. ഈ റാണി സിസ്റ്ററുടെ ആ ഗ്രൂപ്പില്, ഹല്ലേലൂയ, ജീസസ് ഈസ് ഗോഡ്, ആ ഗ്രൂപ്പില് ഞാന് സാക്ഷ്യം പറഞ്ഞത് ദൈവമക്കളെല്ലാം കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുക. എനിക്കറിയത്തില്ല, ഞാൻ വിശ്വസിക്കുന്നു കേട്ടിട്ടുണ്ടാവും. സിസ്റ്ററൊക്കെ ആ ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് 35 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. അതിലൊരു 5 ലക്ഷം രൂപയും കൂടെ കടം കൊടുക്കാനുണ്ടായിരുന്നു. ഞാനൊരു കട എഴുതി കൊടുക്കാനിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് ഞാൻ ആ കട ആ സഹോദരന് എഴുതി കൊടുത്തു. എന്റെ ബാധ്യതയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. ദൈവമക്കളെ,
എനിക്ക് എന്തുണ്ടായിട്ടാ എന്റെ കടഭാരം വീട്ടിയത്? എനിക്ക് ബിസിനസ് ഉണ്ടോ? എന്റെ പപ്പായോ മമ്മിയോ എനിക്ക് എന്തെങ്കിലും സ്ത്രീധനം തന്നോ? എന്റെ ഭർത്താവിന്റെ വീട്ടിൽ സ്വത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചു. എന്റെ അപ്പച്ചൻ എന്നെ നടത്താൻ തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ അനുഭവത്തീന്നാ ഞാൻ എന്റെ ദൈവദാസിമാരോട് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. എനിക്കറിയാം കടഭാരത്താൽ ഞെരുങ്ങുന്നവര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. സമാധാനം ഇല്ലാത്തവരുണ്ട്. അപ്പൊ നമ്മളായിട്ട് തന്നെ നമ്മുടെ സഹോദരിമാരോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എവിടെ ഈ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു മീറ്റിംഗ് തന്നാലും എനിക്ക് പറയാനുള്ളത് ഈ സൗമ്യതയെക്കുറിച്ച് മാത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ആൾ മാറിയവരെ പോലെ ആയെങ്കിൽ മാത്രമേ നമുക്കൊരു ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. നമ്മൾ അതായത് ആ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആളല്ല. നമ്മളെ മറ്റുള്ളവര് പറയണം നമുക്ക് മാറ്റം ഉണ്ടെന്ന്. എല്ലാവരെ കൊണ്ടൊന്നും നമുക്ക് പറയിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. പക്ഷേ നമ്മളെ ദൈവമക്കള് പറയണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും യഹോവയ്ക്ക് വെറുപ്പ്. ചിലരാണെങ്കിൽ ദുഷ്ടന്മാരെ തന്നെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാണാം. ഇല്ലേ? ദുഷ്ടത ചെയ്യുന്നവരെയാണ് ചിലരിങ്ങനെ ഉയർത്തി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതേപോലെ ചിലര് വിശുദ്ധന്മാരെ നിഷ്കളങ്കമായി നടക്കുന്നവരെ സ്നേഹിക്കാറുണ്ട്. അത് അവരെ ശ്രദ്ധിച്ചാ മതി. ആത്മാവേതാണെന്ന് ശ്രദ്ധിച്ചാ മതി. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ സൗമ്യതയൊക്കെ നിങ്ങളോട് പ്രസംഗിക്കുന്നുണ്ടല്ലോ. എനിക്ക് നേരത്തെ ഒന്നും ഒരു സൗമ്യതയും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ക്ഷമയും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താന്ന് വെച്ചാ എന്റെ ഹൃദയം ഭാരപ്പെട്ട് ഞാനങ്ങ് ഒരു വലിയ ഒരു നീളമായ ഒരു അഹങ്കാരി സ്ത്രീ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ദൈവമക്കളെ. അനുഭവിച്ച് എനിക്ക് അനുഭവിക്കാൻ വയ്യ എന്നുള്ള ആ ഒരു മടുപ്പ്. ഞാന് എനിക്ക് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് ഞാൻ കോപിക്കുന്ന ഒരു സ്വഭാവം. എന്റെ അച്ചായനും ഞാനും കൂടെ വഴക്കിടും. വഴക്കിട്ടേച്ച് ഞാനിപ്പഴും ഓർക്കുവാ. എന്റെ അച്ചായനുള്ള സമയത്ത്. ഇപ്പം ദൈവമക്കൾക്ക് അറിയാലോ. ഫെബ്രുവരി വരുമ്പോള് 7 വർഷാവും എന്റെ അച്ചായനെ കർത്താവ് ദൈവസന്നിധിയിലേക്ക് എടുത്തിട്ട്. അപ്പോള് എന്റെ അച്ചായനുള്ള സമയത്ത് ഞാന് വഴക്കിട്ടിട്ട് ഒരു ബാഗൊക്കെ തൂക്കി ഞാനങ്ങ് പോകുവായിരുന്നു. വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പോകും. അപ്പൊ കോട്ടയം വരെ പോകും. കോട്ടയം വരെ പോത്തിന് അച്ചായൻ പുറകെ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. അപ്പം പിന്നെ ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് ആയിട്ട് പോയ കാര്യാ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് കേട്ടോ. ഒന്നും മറച്ചു വെക്കുന്നില്ല. മറച്ചു വെച്ചാൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടത്തില്ലല്ലോ. നമുക്ക് ദൈവം ഓരോ അനുഭവം തരുന്നത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നമ്മൾ ആരായിരുന്നു? സിനി സിസ്റ്റർ ഈ സാക്ഷ്യം പറയുമ്പോള് ദേവദാസിമാര് നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ ല്ലേ? അപ്പൊ ഞാന് ബാഗും തൂക്കി ഓടും. അപ്പൊ ഒരു ദിവസം ഞാൻ ബാഗും തൂക്കി ഓടിയത് എന്റെ ചേച്ചിയുടെ അടുത്തേക്കാ. അപ്പൊ എന്റെ ചേച്ചിയൊക്കെ മദ്രാസിലായിരുന്നു. അവരിപ്പോ ഇവിടെ കോടുകുളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ചേച്ചിയും ചേട്ടനും അവിടെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്റെ അച്ചായനോട് വഴക്കിട്ടേച്ച് ഞാൻ ഓടിപ്പോയത് എന്റെ ചേച്ചിയുടെ അടുത്തേക്കാ. ഒരു ബാഗൊക്കെ തൂക്കി ചേച്ചിയുടെ അടുത്ത് ചെന്നു. അപ്പൊ ചേച്ചി 2 കൈ നീട്ടി സ്വീകരിക്കുവാ. കാരണം എന്റെ ചേച്ചി പറഞ്ഞു, "ഇനി നിന്നെ ഞാൻ അവിടേക്ക് വിടത്തില്ല. നീ ഇനി ഇവിടെ നിന്നാച്ചാ മതി. ഇനി നിന്റെ കണ്ണുനീര് കാണാൻ എന്നെക്കൊണ്ട് വയ്യ." ദൈവമക്കളെ എന്റെ ബാഗൊക്കെ മേടിച്ച് വെച്ച് അവിടെ വെച്ചേക്കുവാ. എന്നിട്ട് ഞാന് അവിടെ എനിക്ക് എന്റെ മനസ്സെല്ലാം എന്റെ മക്കളും എന്റെ അച്ചാനും ഉള്ളയിടത്താ. കാരണം ഒരു വാശിപ്പുറത്ത് ഇറങ്ങി വരുന്നതാ. അപ്പൊ അപ്പൊ ഇറങ്ങി വന്നിട്ട് എനിക്കിവിടെ ചേച്ചി നല്ല ഫുഡ് തരുന്നു. ചേച്ചിയും ചേട്ടനും കൂടെ പറയുന്നു, "ഇനി പോവണ്ട. നീ ഇനി അവിടെ പോയി അടി കൊള്ളാനൊന്നും നിക്കണ്ട. ഇനി തുണിക്കട ഇട്ട് തരാം" എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ നിർത്തിയിരിക്കാ വീട്ടില്. അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പൊ ദൈവമക്കള് വിചാരിക്കും, ഈ സിസ്റ്റർ ഇത്രയും അഹങ്കാരിയാണോ എന്ന് വിചാരിക്കും. കാരണം നിങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ സിസ്റ്റർ ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അവിടെ ഇരുന്നപ്പം ഈ ഈ ചേച്ചിയുടെ പാസ്റ്റർ വിളിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പം ചേച്ചിയുടെ പാസ്റ്റർ വീട്ടിൽ വന്നു. അപ്പൊ എന്നെ വിളിച്ചു. "സിനി, ഞാൻ ആ റൂമിൽ കേറിയിരിക്കുവാ. അപ്പൊ പുറത്തൊന്നും ഇറങ്ങത്തില്ല. ഇങ്ങനെ വന്ന് നിക്കുവല്ലയോ. അപ്പൊ പുറത്ത് അപ്പൊ പാസ്റ്റർ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ നിന്നെ വിളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ."
അപ്പം ആകെ തകർന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് സഹോദരിമാർക്ക് അറിയാം, അടിയിട്ടാലും പിണങ്ങിയാലും നമ്മുടെ ജീവൻ നമ്മുടെ വീട്ടിലാ. അപ്പൊ ഈ ജീവൻ പോയി ഇരിക്കുന്ന അവിടെ. അപ്പൊ പാസ്റ്റർ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുവാ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തലേ തുണിയൊക്കെ ഇട്ടിട്ട് പാസ്റ്റർ മുമ്പിലോട്ട് ചെന്ന് നിൽക്കുവാ. അപ്പൊ പാസ്റ്റർ എന്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ സിസ്റ്റർക്ക് സമാധാനം കൊടുക്കണേ, ഒരു സ്വസ്ഥത കൊടുക്കണേ, ഭർത്താവിന് ഒരു മാനസാന്തരം കൊടുക്കണേ. അതേ സ്ഥാനത്ത് എനിക്ക് മാനസാന്തരം തരണേന്ന് ആ ദേവദാസം പ്രാർത്ഥിച്ചാലും നല്ലതായിരുന്നു അല്ലേ? അടിയും ബഹളവും ഇല്ലാത്ത വീട് എവിടെയാ? ബാഗും തൂക്കി ഓടുവാണോ ചെയ്യണ്ടേ? അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം അല്ലേ? അന്ന് വിശ്വാസത്തിലാ ദൈവമക്കളെ ഞാൻ വിശ്വാസത്തിലായിരുന്ന സമയത്താ, ഞാൻ അഭിഷേകമൊക്കെ പ്രാപിച്ച് നിൽക്കുവാ. ഭയങ്കര ദൈവകൃപയിലൊക്കെ നിൽക്കുന്ന സമയത്തായി സംഭവിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പുള്ള കാര്യമല്ല ഈ പറയുന്നത്. അപ്പോൾ ഈ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഈ പാസ്റ്റർ പറഞ്ഞു, കർത്താവേ, ഒരു തൈലാഭിഷേകം ഈ സിസ്റ്ററുടെ തലയിലേക്ക് ഒന്ന് പകരണേ. അപ്പൊ പാസ്റ്റർ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് തൈലാഭിഷേകം വേണ്ട. നിങ്ങൾ പറയോ? പാസ്റ്റർ അങ്ങ് ഞെട്ടിപ്പോയി. ഇതെന്നാ ഈ സഹോദരി പറയുന്നു? ഞാൻ പറഞ്ഞു, എനിക്ക് തൈലാഭിഷേകം വേണ്ട, എനിക്ക് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ അഗ്നിയുടെ അഭിഷേകം മതി. പാസ്റ്ററും എന്റെ ചേച്ചിയും എന്റെ ചേട്ടനും അവര് മിണ്ടുന്നില്ല, അവര് നിശബ്ദരായിട്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഈ പാസ്റ്റർ അവിടെ നിന്ന് വിയർക്കുക. അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു, പാസ്റ്ററെ, വെറുതെ അല്ല ഇവള് ബാഗും തൂക്കി ഇങ്ങോട്ട് വന്നത്, ഇവളുടെ അഹങ്കാരം കൊണ്ടാ. പാസ്റ്റർ അതുകൊണ്ട് വിഷമിക്കണ്ട. ദൈവങ്ങളൊന്ന് ചിന്തിച്ചേ, ആരെങ്കിലും പറയുന്ന കാര്യമാണ്. ചിലപ്പോ പാസ്റ്റർ പോയി കഴിയുമ്പോൾ ചേച്ചിയോട് പറയൂല്ലേ, നമ്മൾ പരസ്പരം പറയും, ഇതെന്തിനാ ഈ തൈലാഭിഷേകമാണോ? എനിക്ക് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ, കാരണം എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ആ അഗ്നിയുടെ അഭിഷേകം വേണം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അതിനിങ്ങനെ കാത്തിരിക്കുക. അഗ്നിയുടെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ നിറവ് തീയായിട്ട് എന്റെ മേല് ഹല്ലേലൂയ സ്തോത്രം അയക്കണം. അഗ്നിജ്വാല തന്റെ ശുശ്രൂഷകന്മാരും കാറ്റ് തന്റെ ദൂതന്മാരുമാണെന്ന് വചനമുണ്ട്. അപ്പൊ എനിക്കൊരു അഗ്നിജ്വാലയായിട്ട് എന്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന സമയം, അപ്പോഴാണ് ഈ ദൈവദാസൻ എന്റെ തല കൈവച്ചു. അപ്പൊ പിന്നെ ബാക്കി പാസ്റ്റർ പ്രാർത്ഥിച്ചില്ല, പാസ്റ്റർ മടുത്തു എന്നെ കൊണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞാൻ അങ്ങ് മാറി നിന്നു. എനിക്കങ്ങ് സങ്കടമൊക്കെ വന്നു. പക്ഷെ എങ്കിലും ഞാൻ ഒരു കാര്യവും ചിന്തിക്കുക, ആ ദൈവദാസന് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടാവും കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഇല്ലേ? അത് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് എന്റെ മേല് ദാവീദിന്റെ മേൽ പകർന്നതോ, ഹല്ലേലൂയ സ്തോത്രം, പിന്നെ അങ്ങനെ തൈലാഭിഷേകം അല്ലേ, അവരുടെ മേല് പഴയ നിയമത്തിൽ പകർന്ന അഭിഷേക തൈലമല്ല, എന്റെ തലയുടെ മേല് ഒരു അഗ്നിയുടെ അഭിഷേകം എന്റെ മേൽ അയക്കണമേ എന്ന് ഞാൻ രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ദൈവമക്കളെ. അതുകൊണ്ട് പറഞ്ഞതാകട്ടോ, ഒരു ധൈര്യം. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നാൾ ഒരു ദിവസം ഒരു ദേവദാസൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനിടയായി. ഞാൻ ആരെയും കളിയാക്കുമല്ല. ദേവദാസിമാര് ചിന്തിക്കും, ഇതെന്നാ ഈ ദേവദാസി ഇരുന്നുകൊണ്ട് എല്ലാവരുടെയും കുറ്റം പറയുന്നേ. കുറ്റം പറയുമല്ല. ഒരു ദേവദാസൻ വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അന്നേരം പ്രാർത്ഥിക്കുക, ദൈവമേ, ശൗലും പ്രവാചക ഗണത്തിലുണ്ടോ എന്ന് ചോദിക്കത്തക്കവണ്ണം ഈ സഹോദരിയെയും എന്റെ കർത്താവ് പ്രവചനാത്മാവിനാൽ നിറയ്ക്കണമെന്ന്. അപ്പൊ ഞാൻ ആ മറ്റേ ദേവദാസനോട് പറഞ്ഞ പോലെ അന്നേരം പറഞ്ഞില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആമേൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ശൗലിന്റെ മേൽ പകർന്ന അഭിഷേകം, ആ പ്രവചനം എനിക്ക് വേണ്ട. ശൗല് തന്നെത്താൻ ചാവുമായിരുന്നു, ആത്മഹത്യ ചെയ്യുവാൻ. അപ്പം ആ ശൗലിന്റെ മേൽ പകർന്ന അഭിഷേകം എനിക്ക് വേണ്ട, എനിക്ക് ആ പ്രവചനം വേണ്ട. അപ്പൊ ഇന്നാള് പറഞ്ഞു, വേറെ ഒരാള് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ഹാഗറിനെ പോലെ കരഞ്ഞു. അപ്പൊ കണ്ണു തുറന്നു, നീരുറവ കണ്ടു. അപ്പം ആ ദേവദാസനോട് ഞാനൊന്നും മിണ്ടിയില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനിയിപ്പോ എന്തിനാ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കുന്നത്. അപ്പൊ ഈ ദേവദാസൻ പ്രാർത്ഥിച്ചേച്ച് പോയപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഹാഗറും ആകണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം പഠിക്കുമ്പോ അറിയാം, ഹാഗറായ മക്കളെ ദാസിയും കുഞ്ഞിനെയും പുറത്താക്കി കളയുക എന്നാ വചനം പഠിപ്പിക്കുന്നത്. അന്നേരം ഹാഗറിനെ കൊണ്ടുവന്ന് നമ്മുടെ തലയിലോട്ട്. അപ്പൊ ഇതൊക്കെ ഒരു ആത്മാവാണ്. ദൈവമക്കൾക്ക് മനസ്സിലായോ? ഒരാത്മാവാണ് ഈ ശൗലിന്റെ മേല് വന്ന ഒരാത്മാവ്, ഈ ഹാഗറിന്റെ മേലുണ്ടായിരുന്ന ഒരാത്മാവ്. ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, യജമാനത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം വിശ്വാസ വീരന്മാരുടെ പട്ടിക കിടക്കുന്നത് എബ്രായർ 11-ലാണ്. എത്രയോ പേരുണ്ട്. അവരുടെയൊക്കെ ഒരു പേര് വെച്ച് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഹല്ലേലൂയ സ്തോത്രം. ഇല്ലേ?
ദൈവമക്കളൊന്ന് ചിന്തിച്ചേ, ആ വിശ്വാസ വീരന്മാരുടെ പട്ടിക ഇന്ന് വായിച്ചിട്ട് ദൈവമക്കൾ ഇന്ന് കിടന്നുറങ്ങാവൂ കേട്ടോ. അപ്പൊ അവരുടെയൊക്കെ ഒരു പേര് വായിച്ചേച്ച് അങ്ങനെ ഒരു പേര് പറഞ്ഞേച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ഇല്ലേ, 2 സഹോദരിമാരുടെ പേരേ ഉള്ളൂ. ആരൊക്കെയാ? സാറായും ആ പിന്നെ പിന്നെ വേശ്യ സ്ത്രീ ഇല്ലേ, രാഹാബ്. രാഹാബ് എന്ന ആ 2 പേര്. ഈ 2 സഹോദരിമാരേ ഉള്ളൂ വിശ്വാസ വീരന്മാരുടെ പട്ടികയില്. ചിന്തിച്ചു നോക്കിക്കേ. ആ പിന്നെ ഡെബോറയില്ല. ഡെബോറയ്ക്ക് പകരം ബാരാക്ക ഇല്ലേ? ആ ധൈര്യശാലി അല്ലാത്ത ബാരാക്ക. ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് ചിന്തിച്ചേ. ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ ഇതൊക്കെ. അപ്പൊ നമ്മൾ വചനം വായിച്ച് ശ്രേഷ്ഠത ഏതാണോ അതിനകത്ത് മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് ഈ വീട് മാറണം. അപ്പൊ ഞാൻ ദൈവമക്കളോട് പറയാ, ഈ വീടിന് സത്യം പറഞ്ഞാൽ ഒരു 10,000-10,000 രൂപ റെന്റ് കൊടുക്കണം. പക്ഷെ ഈ പാവം പിടിച്ച എന്റെ ഓണർ എന്നോട് 3,500 രൂപ മേടിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ 7 വർഷമാകാൻ പോകുന്നു. ഈ വർഷം വരെ എന്നോട് അത്രയേ മേടിക്കുന്നുള്ളൂ. അപ്പം ഇത് വിൽക്കാനിട്ടേക്കുവാ. ഈ വീടിന് ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി ഇവരെ വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, സിനി ഒന്ന് വീട് നോക്കണേ, വേറെ എവിടെയെങ്കിലും ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ മോൾ ഇവിടെ ഓദ്രയിലാ പഠിക്കുന്നേ. അപ്പൊ ഞാൻ വീട് നോക്കിക്കൊണ്ടിരിക്കുക മക്കളെ. എനിക്കിപ്പോ ഇവിടെ കല്ലിശ്ശേരിയാണല്ലോ ഞാൻ താമസിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ കല്ലിശ്ശേരി ജംഗ്ഷനിൽ തന്നെ എനിക്കൊരു വീട് കിട്ടി. അപ്പൊ 10,000 രൂപയാ റെന്റ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വിശ്വാസത്തോടെ അങ്ങ് എടുത്തു. അപ്പൊ ചിലര് ചോദിച്ചു, സിനി എന്തോ കണ്ടിട്ടോ 10,000 രൂപയുടെ വീടെടുത്ത്? ഞാൻ പറഞ്ഞു, എന്റെ അപ്പച്ചനെ കണ്ടിട്ടാ എടുത്തേക്കുന്നേ. ഹല്ലേലൂയ സ്തോത്രം. വേറെ ആരെയും കണ്ടിട്ടല്ല, എന്റെ അപ്പച്ചനെ കണ്ടിട്ടാ ഞാൻ എടുത്തേക്കുന്നേ. എനിക്ക് ഒരു മനുഷ്യരിലും ആശ്രയമില്ല, എന്റെ അപ്പച്ചനിലാ എനിക്ക് ആശ്രയം. ഹല്ലേലൂയ സ്തോത്രം. ഈ ഇത്രേ നാളത്തെ ആത്മീയ ജീവിത അനുഭവത്തിൽ നിന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യാട്ടോ. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ശ്രേഷ്ഠതയോടെ നമ്മൾ ആഗ്രഹിച്ചു. അപ്പൊ 10,000 രൂപ റെന്റ് എന്ന് പറഞ്ഞപ്പോ, അച്ചായ എനിക്ക് ഒരു 2,000 രൂപ കുറച്ച് തരാമോ? ഞാൻ ചോദിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാ കുറച്ച് തരാമോ എന്ന് ചോദിക്കാത്തത്? അവരിങ്ങോട്ട് പറയണം, സിനി 8,000 രൂപ മതി. ഹല്ലേലൂയ സ്തോത്രം അല്ലേ? പറയുന്നെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പറയണ്ട. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. യേശുപ്പച്ചൻ 10,000 ആണെങ്കിൽ എനിക്ക് 10,000 തരും. ഇങ്ങനെയാ നടത്തിയിട്ടുള്ളത്. നമ്മുടെ കർത്താവിന്റെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഇന്നാള് ഒരു ദിവസം ഞാനൊരു ഫ്രൂട്ട്സ് കടയുടെ അവിടെ നിൽക്കുക. ഒരമ്മച്ചി, ഒരു നല്ല പ്രായമുണ്ട്. ആ അമ്മച്ചിയെ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു വീട്ടിലെ അമ്മച്ചിയാ. ഈ അമ്മച്ചി നിന്നോണ്ട് ഫ്രൂട്ട്സ് ഒക്കെ തൂക്കിയെടുത്തിട്ട് അത് ഒരു ഫ്രൂട്ട്സോടെ ഇട് എന്ന് പറയാം. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ അമ്മച്ചി ഒരെണ്ണമൊന്നും ഇടാൻ പറ്റത്തില്ല, ഈ ആപ്പിളാ ഇത്രയും വിലയാ, ഇടാൻ പറ്റത്തില്ല. നീ ഇപ്പൊ ഈ ഒരെണ്ണം ഇട്, നിന്നെ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അപ്പം മാനസാന്തരപ്പെട്ട അമ്മച്ചി അങ്ങനെ പറയുവോ? അമ്മച്ചി മാനസാന്തരപ്പെട്ടാണെങ്കിൽ പറയത്തില്ല. അമ്മച്ചി ഹൃദയത്തിൽ ചിന്തിക്കും, ദൈവമേ ഈ പാവം മനുഷ്യൻ അല്ലേ, ഹല്ലേലൂയ സ്തോത്രം, ആ മനുഷ്യനൊരു ദോഷം വരാൻ പാടില്ല. ഹല്ലേലൂയ, എനിക്കൊരു ആപ്പിള് കുറഞ്ഞാലും വേണ്ടില്ല, ഈ മനുഷ്യൻ എന്ത് ചെയ്യരുത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിമിത്തം ഒരു നഷ്ടം അനുഭവിക്കരുത്. നമ്മളല്ല ഇങ്ങനെ മീൻകാരുടെ അടുത്ത് വെച്ച് മീൻ പെറുക്കി നമ്മൾ കൈയിട്ട് എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു. ഒരു മീൻ കിട്ടിയിട്ട് നമുക്ക് എന്നാ കാര്യം, നമ്മുടെ ദാരിദ്ര്യം തീരുന്നു. പിന്നെ അപ്പന്റെ നാമം അങ്ങ് ദുഷിക്കപ്പെടുക നമ്മളെ നിമിത്തം അല്ലേ? നമ്മുടെ കർത്താവിന്റെ നാമം നമ്മളിലൂടെ ദുഷിക്കപ്പെടുക. അതേ സ്ഥാനത്ത് യേശുപ്പച്ചനോടൊന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ അവിടുത്തെ കുഞ്ഞാ, എന്നെ അനുഗ്രഹിച്ചേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന സംഭവത്തിന് ഇന്ന വിലയാ, എനിക്കിത് കൊടുത്തേ പറ്റത്തുള്ളൂ, എനിക്ക് ഇന്ന സാധനം വേണം. ഹല്ലേലൂയ സ്തോത്രം. യേശുപ്പച്ചൻ തരത്തില്ലയോ? നിശ്ചയമായിട്ട് തരും. എനിക്ക് നല്ല വിശ്വാസമാണ്. ഞാൻ എന്റെ കർത്താവിനെ അനുഭവിച്ചാ പഠിക്കുന്നേ. ഹല്ലേലൂയ സ്തോത്രം. പത്രോസ് പിന്നെ 2-ാം ലേഖനത്തിൽ എഴുതിയ പോലെ, ദൈവമക്കളൊന്ന് എടുത്തേ. പത്രോസിന്റെ സമയം അടുത്തു, യേശുപ്പച്ചന്റെ സന്നിധി പോകാന് സമയം അടുത്തു എന്ന് കർത്താവ് പത്രോസിനെ അറിയിച്ചല്ലേ. ആ ഒരു ഭാഗമാണ് നമ്മുടെ ഹല്ലേലൂയ 2-ാം ലേഖനം, പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-13 മുതൽ നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല,
അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഉണ്ട്, ചുമ്മാതെ ഇറങ്ങി തിരിച്ചവരല്ല. നമ്മുടെ കർത്താവിന്റെ ആ സ്നേഹം അനുഭവിച്ച്, ആ കർത്താവിന്റെ ശ്രേഷ്ഠത അനുഭവിച്ചാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അപ്പൊ ഞാന് നേരത്തെ സാക്ഷ്യം പൂർത്തീകരിച്ചില്ലല്ലോ. അപ്പൊ പാസ്റ്റർ പോയി. അപ്പൊ ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ എന്റെ അച്ചായന് ചേച്ചിയുടെ അടുത്ത് വന്നില്ല. കാരണം ചേച്ചിയുടെ അടുത്ത് വന്നാൽ ചിലപ്പം ചേച്ചി വഴക്ക് പറഞ്ഞാലോ എന്നോർത്ത്, ചേച്ചി ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും വഴക്കിടാൻ സമയമുള്ളോ എന്ന് ചോദിച്ചു വഴക്കിടും. അതിന് ചേച്ചി അച്ഛൻ എന്തോ ചെയ്യുന്നറിയാമോ? പാസ്റ്ററുടെ എടുത്തു തന്നു. ചേച്ചിയുടെ പാസ്റ്റർ എടുത്ത് എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ ഭാര്യ സിനി മിനിയുടെ അടുത്ത്, എന്റെ ചേച്ചിയുടെ അടുത്ത് നിൽക്കുക. അവളിപ്പോ 2-3 ദിവസമായി പോയിട്ട് ചേച്ചിയോട് പറ അവളെ ഒന്ന് വീട്ടിലോട്ട് പറഞ്ഞു വിടാന്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഈ പാസ്റ്റർ എന്റെ ചേച്ചിയോട് പറഞ്ഞു, മിനി സിസ്റ്ററെ, സിനി സിസ്റ്ററെ വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. അപ്പം എന്റെ ചേച്ചിയും ചേട്ടനും കൂടെ എവിടെയോ പോയിട്ട് വന്നപ്പം പോയ പോലെയുള്ള മുഖമല്ല ഇവരുടെ. ലാബാന്റെ മുഖം നേരത്തെ പോലെ അല്ലെന്ന് പറഞ്ഞ പോലെ, യാക്കോബിന്റെ നേരെ ലാബാന്റെ മുഖം നേരത്തെ പോലെ അല്ലെന്ന് പറഞ്ഞ പോലെ ചേച്ചിയും ചേട്ടനും പോയ പോലെ അല്ല തിരിച്ചു വരും. അപ്പൊ ചേച്ചി എന്നോട് സ്നേഹത്തോടെ ഒന്നുകൂടെ അറിയാം, നീ എളുപ്പം വീട്ടിലോട്ട് പൊക്കോ, വിനോദിന്റെ അടുത്തേക്ക് വീട്ടിലോട്ട് പൊക്കോ. അവിടെ വേറെ ആരുമില്ല, കുഞ്ഞു മാത്രമേ ഉള്ളൂ, അവള് തന്നെ ഉള്ളൂ. വിനോദ് എവിടെയെങ്കിലും കച്ചവടത്തിനോ എവിടെയെങ്കിലും പോയാ കുഞ്ഞ് തന്നെ ഉള്ളൂ, നീ അതുകൊണ്ട് പൊയ്ക്കോ. ഞാൻ വിചാരിച്ചു ഇത്രയും നേരം പോവണ്ട, തുണിക്കട ഇട്ട് തരാം, അതിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ ചേച്ചി എന്നെ എന്തിനാ ഓടിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ എപ്പോഴും ബാഗും തൂക്കി പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അച്ചായൻ വന്ന് തൂക്കി എടുത്തോണ്ട് പോവുക. ഈ പ്രാവശ്യം തന്നെ ബാഗും തൂക്കി പിടിച്ചോണ്ട് വീട്ടോട് കയറി ചെല്ലുക. ആ രംഗമൊക്കെ ഒന്ന് ഓർക്കണം, പരാജയപ്പെട്ട് ചെല്ലുന്ന രംഗം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ എനിക്കറിയത്തില്ല അച്ഛൻ പാസ്റ്ററോട് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടുന്ന് ചേച്ചി ഓടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പം അച്ഛൻ കാണുന്നുണ്ടായിരിക്കും. അന്നും ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഞാൻ കയറി വരുന്നൊക്കെ അറിയാം. കാരണം എന്തായാലും എന്നെ പറഞ്ഞു വിടുമെന്ന് അറിയാം. ദൈവമക്കളെ, ഞാൻ അവിടെ കയറി ചെന്നു, പരാജിതയെ പോലെ കയറി ചെന്നു. പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗും തൂക്കി ഓടേണ്ട വന്നിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാന് ബാഗും തൂക്കി ഇറങ്ങിയിട്ടേ ഇല്ല. പിന്നെ എന്താ കാര്യം? ചേച്ചി എന്നെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് എവിടെയും പോകാൻ ഇല്ല. അതുകൊണ്ട് വഴക്കിടാത്തത് കൊണ്ടല്ല, പിന്നെ ഞാൻ എവിടെയും പോയില്ല. യേശുപ്പച്ചനെ മുറുകെ പിടിച്ചു. കാരണം ആരെങ്കിലും വീടോ അമ്മയോ മോളെ നീ വഴക്കിട്ട, നീ ഇങ്ങോട്ടിങ്ങ് പോരെ എന്ന് പറയാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാഗ് എടുക്കും, ഓടും, ഇല്ലേ? ആരുമില്ലെങ്കിലോ നമ്മൾ ഓടുവോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ക്ഷമ പഠിക്കും, സൗമ്യത പഠിക്കും, സഹിഷ്ണുത പഠിക്കും, സിദ്ധത എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. താങ്ങാൻ ആരെങ്കിലും നമുക്ക് സൗമ്യതയില്ല, ക്ഷമയുമില്ല, താഴ്മയില്ല, വിനയവും ഇല്ല, സ്നേഹവും ഇല്ലേ? വചനമൊക്കെ എന്റെ ദേവദാസിമാർക്ക് ഒരുപാട് അറിയാം. നിങ്ങള് എന്നെക്കാളും വചനം അറിയുന്നവരാ. രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് സിനി സിസ്റ്റർ പറഞ്ഞു തരുന്നത് കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ സമാധാനം ഉണ്ടാക്കാനും നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു വിളക്കായിട്ടിരിക്കാനൊക്കെ നമ്മൾ എന്നാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുക. അത് ചുമ്മാതൊന്നും പറയുകയല്ല, എന്റെ ജീവിതാനുഭവം കൊണ്ട് പറയുക. നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനകത്ത് വിളക്ക് കത്തും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ വരും. ശരിയാ, കുറച്ച് കഷ്ടപ്പാടൊക്കെയാ ഇത് വരുത്താൻ. സിസ്റ്റർ ഇതാണോ പറയുന്നേ? ഞങ്ങൾ കടം കയറി വല്ലാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സൂം മീറ്റിങ്ങിൽ കയറുന്നു ഉറങ്ങാതെ. ഇത് പറയാനും ഇത് കേൾക്കാനാണോ ഞാൻ വന്നത് എന്ന് പറയല്ലോ കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കടഭാരം മാറും, നമ്മുടെ രോഗം മാറും, നമ്മുടെ ക്ഷീണം മാറും, നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയാ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ സൗമ്യതയുള്ളവരായി മാറുമ്പോൾ, ഭക്തിയുള്ളവരായി മാറുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. പൊന്നിനേക്കാളും വിലയാണ് ഈ ജ്ഞാനത്തിന് എന്ന് ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇല്ലേ? പിന്നെ മറ്റും നമ്മുടെ വീട്ടിൽ മാനസാന്തരപ്പെടാത്ത കുഞ്ഞുങ്ങളോ നമ്മുടെ അച്ചായനോ ഇല്ലേ, നമ്മുടെ പിന്നെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോണം? വഴക്കിടാതെ നമ്മൾ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചോണം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു ആന്റിയുടെ സാക്ഷ്യം കേട്ടതാ. ഈ ആന്റിയുടെ മൂത്ത മോന് അങ്ങ് കൂട്ടുകെട്ട, ഭയങ്കര കൂട്ടുകാരുമായിട്ട് അങ്ങ് കളിക്കാൻ പോകല വൈകുന്നേരം. അപ്പം വീട്ടില് എത്ര പറഞ്ഞാലും അനുസരണയില്ല. പഠിക്കാൻ പോയിട്ട് വരുന്നു, ബാഗ് എവിടെയെങ്കിലും തൂക്കി എറിയുന്നു, കളിക്കാനായിട്ട് ഓടുന്നു.
അപ്പം ഈ മോന് ഈ അച്ചായൻ വീട്ടിൽ വരുമ്പോള് ഈ മോൻ വീട്ടിലില്ല. ഈ കൊച്ചന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ അമ്മാമ്മയും ഈ അച്ചാനും കൂടെ ഭയങ്കര വഴക്ക്. ഈ മോന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടിൽ എപ്പോഴും വഴക്ക്. ഈ മോനെ കളിക്കാൻ വിടുന്നതിന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത കൂട്ടുകെട്ടിലാണ് ഈ മോൻ പോകുന്നത്. അപ്പൊ ഈ ഈ സിസ്റ്റർ ഈ അമ്മാമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഈ അച്ചായനും മോനും കൂടെ തമ്മിൽ പ്രശ്നം ഉണ്ടാവുക വീട്ടില്. അപ്പൊ ഈ സിസ്റ്റർ എന്നാ ചെയ്തെന്നറിയാവോ? ഒരു ദിവസം സിസ്റ്റർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോനോട് കാല് പിടിച്ചു പറഞ്ഞു, എടാ നീ ഇന്ന് കളിക്കാൻ പോവല്ലേ, പപ്പായ്ക്ക് നീ അങ്ങനെ കളിക്കാൻ പോകുന്ന ഇഷ്ടമില്ല, നീ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഈ മോൻ എന്ത് ചെയ്തു? അനുസരിച്ചില്ല. മോൻ അങ്ങ് കളിക്കാൻ പോയി. അന്നും ഈ സിസ്റ്റർ അന്നേരം അവിടെ മുട്ടേ നിൽക്കാൻ തുടങ്ങി. മുട്ടേ നിന്നിട്ട് കൈ മേളിലോട്ട് ഉയർത്തിയിട്ട് കരയാൻ തുടങ്ങി. അപ്പച്ചാ, എന്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്റെ മോനെ അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുക. അവനൊരു ദോഷവും വരല്ലേ. എന്റെ വീട്ടില് സമാധാനം തരണേ. എന്റെ അച്ചാനും മോനും കൂടെ തമ്മിൽ പ്രശ്നം ഉണ്ടായി. എന്റെ വീട്ടിലെ സമാധാനം പോകല്ലേ. എന്റെ കുഞ്ഞിനോട് സ്വർഗം ഒന്ന് ഇടപെടണേ. അപ്പൊ ഈ മോൻ കളിക്കാൻ ചെന്നു. കേട്ടോണം, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഇടപെടുന്നത്. അവിടെ അതുപോലെ കളിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോ ഈ കൂട്ടുകാരുടെ ഏതോ ഒരു പോക്കറ്റിൽ നിന്ന് പൈസ കാണുന്നില്ല. അപ്പം ഈ പൈസ കാണാത്ത ഈ മോൻ പറഞ്ഞു, നീയാ എടുത്തത്. അതായത് ഈ അമ്മാമ്മയുടെ മോന്. നീ അല്ലാതെ വേറെ ആരും ഈ പൈസ എടുക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ? അപ്പോഴ് ബാക്കി പിള്ളേരെല്ലാം കൂടെ, നീ എന്തിനാടാ പൈസ എടുത്തത്? നീ ഇപ്പൊ കൊടുത്തിട്ടല്ലാതെ നീ ഇവിടെ നനങ്ങാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇവനെ നടുക്ക് നിർത്തിയേക്കുവാ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴ് നീ പൈസ തരാതെ ഇവിടുന്ന് ഞങ്ങൾ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടുക്ക് നിർത്തി പിള്ളേരെല്ലാം കൂടെ ഈ മോനോട് ഭയങ്കര വഴക്കിട്ടോണ്ടിരിക്കുക. ഭയങ്കര പ്രശ്നം. ഈ അച്ചായൻ വീട്ടിൽ വന്നു. ഈ മോനെ കണ്ടില്ല. ഈ മോനെ അന്വേഷിച്ച് ഈ ഹല്ലേലൂയ, സ്തോത്രം, ഈ അച്ചായന് മോൻ കളിക്കുന്നിടത്തേക്ക് വരുമ്പോൾ ഈ മോനെ നടുക്ക് നിർത്തിയിട്ട് കൂട്ടുകാരെല്ലാം കൂടെ നീ പൈസ തരാതെ ഇവിടുന്ന് വിടത്തില്ലെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ അച്ചായൻ അവിടെ ചെന്നു. അപ്പൊ ചോദിച്ചു, എന്നാ പ്രശ്നം? ഇവൻ എന്റെ പൈസ എടുത്തു. അപ്പൊ എത്ര രൂപ ഉണ്ടായിരുന്നു? ഇത്രയും രൂപ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരുടെയും പോക്കറ്റിൽ നോക്കിയോ? ഇവനാ എടുത്തതെന്ന് എന്നാ ഉറപ്പ്? ഇവനാ എടുത്തത്, ഞാൻ കണ്ടു, ഒരാൾ പറയാം. അപ്പം മോനെ നോക്കിയപ്പോ ഇവന്റെ കയ്യിൽ പൈസ ഇല്ല. ഈ കുഞ്ഞുങ്ങളെ എല്ലാം ഈ അച്ചായൻ അങ്ങ് പരിശോധിക്കാൻ തുടങ്ങി. വേറൊരു മോന്റെ പോക്കറ്റിൽ നിന്ന് ഈ പൈസ കിട്ടി. ഈ പൈസ എടുത്ത് ആരുടെ രൂപയാണോ പോയത് ആ മോന്റെ കൈ കൊടുത്തേച്ച് ഈ അച്ചാൻ ഈ കൊച്ചിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ ഒരിക്കലും ഈ മോന് ആ കൂട്ടുകെട്ടി കളിക്കാൻ പോയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. കണ്ടോ, നമ്മുടെ വീട്ടിലെ പ്രശ്നം സോൾവ് ആയില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ അപ്പച്ചന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയാല്, നമ്മുടെ കർത്താവിന്റെ സന്നിധി പറഞ്ഞാല്, ഹല്ലേലൂയ, അപ്പച്ചൻ തരാത്ത ഏത് വിഷയമുള്ളേ? എന്റെ കർത്താവിനെ ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വലിയ കാര്യവുമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പച്ചന്റെ സന്നിധി കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഏത് വിഷയം ആയിക്കോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതെ, നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കാതെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ നന്മ തകർക്കുന്നത് എന്നാ? സമാധാനമില്ലായ്മ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ നന്മ ഇല്ലാണ്ടാക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ നന്മ വിഴുങ്ങുന്നത് പിശാചാണ്. നമ്മുടെ സ്വസ്ഥത കെടുത്തുന്നത് പിശാചാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അപഹരിച്ചുകൊണ്ട് പോകുന്നത് പിശാചാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മുട്ടേ നിന്ന് കരയാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും അപ്പച്ചൻ വിടുവിക്കാനായിട്ട് തയ്യാറാവും. ഹല്ലേലൂയ. ഏത് വിഷയമാണേലും നമുക്ക് അപ്പന്റെ സന്നിധി കൊടുക്കാം. ഈ പ്രവചനം നമ്മളിപ്പോ ഓരോ ഗ്രൂപ്പിലും കയറും അല്ലേ? നമുക്ക് പ്രവചനം കേൾക്കണം. എന്താ പ്രവചനം? ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രവചനത്തിന്റെ ആത്മാവോ യേശുവിന്റെ സാക്ഷികൾ അല്ലേ? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സാക്ഷി പ്രവചനത്തിന്റെ ആത്മാവാണെന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആ 10-ാം വാക്യത്തിന്റെ ഏറ്റവും താഴെ, ദൈവത്തെ നമസ്കരിക്കുക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രവചനം? ഈ വചനമാണ്. ഈ വചനം നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ പ്രവാചകരായിട്ട് എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വചനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ അതും ഇതൊന്നും കൊടുത്താൽ അതിനൊന്നും ജീവനില്ല ദൈവമക്കളെ. ഈ വചനത്തിൽ നിന്ന് ദൈവമക്കൾ ഏറ്റെടുത്തോണം ഓരോ വിഷയങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഹല്ലേലൂയ, ഞാൻ എനിക്ക് എന്റെ അനുഭവമാണ് ഞാൻ ദൈവമക്കളോട് പറയുന്നത്. ഒരു ദിവസം ഇങ്ങനെ കടഭാരവും കൊണ്ട്
ഞാന് 2014 സംഭവിച്ച ഒരു അനുഭവാ ദൈവമക്കളോട് പങ്കുവയ്ക്കുന്നേ. ഞാന് അന്ന് കടക്കാരെന്റെ വീട്ടിൽ ഇങ്ങനെ കേറി ഇറങ്ങുന്ന ഒരു സമയം. ഹല്ലേലൂയ. സമാധാനം ഇല്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അച്ചായന് കടയിലോട്ട് പോയി, പിള്ളേര് സ്കൂളിൽ പോയി. ഞാനിങ്ങനെ വീട്ടിലെ ഹോളിലൂടെ അടുക്കളയിലൊന്നും കേറാൻ എനിക്ക് പറ്റുന്നില്ല. കടഭാരം അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അവര് അവർക്കത് മനസ്സിലാകും. ഞാനിങ്ങനെ ഹോളിൽ കൂടെ തെക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കാ ദൈവമക്കളെ. എനിക്കങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അറിയത്തില്ല. എന്റെ സമനില തെറ്റിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നുവാ. അത്രയ്ക്കും ബാധ്യതകളാ. പലിശക്കാരിങ്ങനെ വിളിച്ചോണ്ടിരിക്കാ. കൊള്ള പലിശക്കാ രൂപം മേടിച്ചിരിക്കുന്നെ. അപ്പൊ നമ്മളിങ്ങനെ ഇത് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇവരുടെയൊക്കെ മുഖം ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര വേദനയും പ്രയാസവും ക്ഷീണവും ഒക്കെ വന്നിട്ട് ഞാനിങ്ങനെ യേശുപ്പച്ചനോട് ഞാൻ പറയുവാ, "കർത്താപ്പച്ചാ, എനിക്ക് മരിക്കണം അപ്പാ. ഇപ്പൊ എന്നെ എടുക്കണം. എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ട. എന്നെ എടുത്തേ പറ്റത്തുള്ളൂ. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറവാ എന്റെ വിഷയങ്ങള്. എനിക്ക് ആരുമില്ല. എന്നെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. എന്റെ അപ്പച്ചനല്ല ഇപ്പം എനിക്ക് ഈ ലോകത്തിൽ എന്റെ കർത്താവിനും എന്നെ വിടുവിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ നടക്കുവാ." ദൈവമക്കളെ, 11 മണിക്ക് തുടങ്ങിയ നടപ്പ് ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ഞാൻ നടക്കുവാ. 3 മണി ആയപ്പോൾ എന്റെ കാല് ക്ഷീണിച്ച് തളരാൻ തുടങ്ങി. ഞാൻ ആ സെറ്റിയിലേക്ക് തളർന്ന് ഞാൻ കിടക്കുവാ. തളർന്ന് കിടന്ന് ചെറിയൊരു മയക്കം വന്നപ്പോഴ് എന്റെ തലയിൽ ഇങ്ങനെ ആരോ തലോടുവാ. ഒരു ചെറിയ മയക്കത്തിലാ ഞാൻ കാണുന്നത്. ഈ തലോടുന്ന ഞാന് പെട്ടെന്ന് ഞാനിങ്ങനെ കാണുവാ, ഒരു വെള്ള താടി, ഹല്ലേലൂയ സ്തോത്രം, എന്റെ മുഖത്തിങ്ങനെ മുട്ടുവാ. ഹല്ലേലൂയ. ഞാനൊരു പഞ്ഞി പോലത്തെ മടിയില് കിടക്കുവാ. ആ ഒരു വെള്ള താടി എന്റെ മുഖത്തിങ്ങനെ തട്ടുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒരു കൈയ്യ് എന്റെ തലയിൽ ഇങ്ങനെ തഴുകുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ആൾ മാറിയവളെ പോലെ ഞാൻ എഴുന്നേറ്റു. എന്റെ ഭാരം എവിടെ പോയിന്ന് എനിക്കറിയത്തില്ല. എന്റെ കടഭാരം വീട്ടിട്ടാണോ? അല്ല. ഞാൻ കടം മാറിയവളെ പോലെയാ ഞാൻ അന്നേരം എഴുന്നേൽക്കുന്നത്. നമ്മുടെ കർത്താവ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 11 മണി തൊട്ട് 3 മണി വരെ പിശാച് എന്നെ നടത്തി. ഞാൻ തകർക്കപ്പെട്ടവളെ പോലെ, ഒരാശ്വാസമില്ലാത്തവളെ പോലെ ഞാൻ നടക്കുക. എന്നിട്ട് എന്റെ കടഭാരം വീഴീട്ടാണോ ഞാൻ എഴുന്നേറ്റത്? അല്ല. എന്റെ യേശുപ്പച്ചന്റെ ആ ഒരു തലോടല്, ഹല്ലേലൂയ സ്തോത്രം, ആൾ മാറിയവളെ പോലെ എന്നെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇതുപോലെയാ ഓരോ വിഷയങ്ങളും എന്റെ ജീവിതത്തില് ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും. ഞാൻ ഒരുപാട് സാക്ഷ്യം ഞാൻ ആ മറ്റു സാക്ഷ്യത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കൾ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കേൾക്കണം കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ജീവിപ്പിക്കുന്ന സാക്ഷി. എനിക്ക് വലിയ ഞാന് വാലല്ല തലയാന്നൊന്നും പറയാൻ എനിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരുപാട് വേദനയും ഒരുപാട് പ്രയാസവും എന്റെ വീട്ടുകാരെ വേദനിപ്പിച്ച കാര്യവും അതൊക്കെ ഉള്ളൂ എന്റെ ജീവിതത്തിൽ പറയാന്. പക്ഷേ ഇന്ന് ഹല്ലേലൂയ എന്റെ കർത്താവ് എന്നെ നടത്തുന്ന വിധം. ഇന്ന് ഞാൻ ആ പുതിയ വീട്, ഞാൻ ഈ വീട് ഇനി ഒരു 10-ാം തീയതിക്കുള്ളിൽ ഈ വീട് ഞാന് താമസം മാറണം. മറ്റേ വീട് ഞാനിപ്പോ മീറ്റിങ്ങിന് കേറുന്നതിന് മുമ്പ് ഞാൻ ആ വീട്ടിൽ പോയി അതിന്റെ അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റ് എഴുതാനുള്ളത് ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നു. ബ്രോക്കറിന്റെ കയ്യില് ഞാൻ അഡ്വാൻസ് പിന്നെ എഗ്രിമെന്റ് എഴുതാനുള്ള പൈസയും അഡ്രസ്സും എല്ലാം കൊടുത്ത് ഞാൻ ഓടി വന്നിട്ടാ ഞാൻ ഈ മീറ്റിങ്ങിൽ കേറുന്നെ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് എനിക്ക് പകലൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ദൈവമക്കളെ, എന്നും മീറ്റിംഗ് ഇല്ല. പക്ഷെ മീറ്റിംഗ് ഉള്ള സമയത്ത് തിരക്കാ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴ് എന്തുവാ ദൈവത്തിന് വേണ്ടി ഓടുവാ. ഒന്നും ചിന്തിക്കാൻ എനിക്ക് സമയമില്ല. ഹല്ലേലൂയ. കർത്താവ് എന്നെ ഓരോ നിമിഷവും കർത്താവ് നടത്തുവാ. അതുപോലെ അപ്പച്ചൻ നമ്മളെ നടത്തും. ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഭാരവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ അപ്പച്ചന്റെ വരവ് ഏറ്റവും വാതിക്കലായിരിക്കുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താപ്പച്ചാ, നമ്മൾ രാത്രിയില് കുറ്റമറ്റ മനസ്സാക്ഷിയോടെ വേണം കിടന്നുറങ്ങാൻ. കാരണം നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ അപ്പച്ചൻ വന്നാലോ നമുക്ക് പോകണ്ടേ? ഹല്ലേലൂയ സ്തോത്രം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ മോള് യേശുപ്പച്ചന്റെ വരവ് ദർശനം കാണാനിടയായി. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു ആന്റി കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച അപ്പച്ചന്റെ വരവ്, ഹല്ലേലൂയ സ്തോത്രം, ദർശനം കാണാനിടയായി. നമ്മുടെ കർത്താവ് ഏറ്റവും ആസന്നമായി നമ്മുടെ അപ്പച്ചന്റെ വരവ്. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മളെ ഒരുക്കി, നമ്മൾ അതും ഇതും പറഞ്ഞ് വേദനിക്കാനൊന്നും നമുക്ക് സമയമില്ല. നമ്മുടെ കടഭാരോ നമ്മുടെ വേദനയോ അതൊക്കെ യേശുപ്പച്ചന്റെ കരത്തിലോട്ട് അങ്ങ് കൊടുത്തേക്കണം. അത് നമ്മുടെ ചുമലിൽ വെച്ചോണ്ട് നമ്മൾ നടക്കരുത്. പുഷ്ടി നിമിത്തം
ഒരാത്മപുഷ്ടി നിമിത്തം നമ്മുടെ നുകം തകരണം. ദുഷ്ടൻ വെച്ചിരിക്കുന്ന നുകവും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ? പിന്നെ ആവർത്തന പുസ്തകമാണെന്ന് തോന്നുന്നു 30-ാം അധ്യായത്തില് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ സ്ഥിതി മാറ്റും എന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്നുണ്ടല്ലോ. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം അല്ലേ? നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും അല്ലേ? നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അപ്പോൾ സ്ഥിതി മാറ്റുമെന്നും നിന്നോട് മനസ്സലിയുമെന്നും ദൈവത്തിന്. ഹല്ലേലൂയ സ്തോത്രം. സ്ഥിതി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ ഇന്നായിരിക്കുന്ന ഈ സ്ഥിതി, ഈ അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ഒരു ശ്രേഷ്ഠതയുള്ള ഒരു അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ നടത്തുവെന്ന്. അപ്പോൾ അതിനു മുമ്പ് എന്താ ചെയ്യണ്ടേ? ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും എന്റെ വാക്ക് കേട്ടനുസരിച്ചാണ്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണ്ടേ? അപ്പന്റെ വാക്ക് കേട്ടനുസരിക്കണം. വചനം അങ്ങ് വായിക്കാൻ തുടങ്ങിയേക്കണം. നമുക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരിക്കാം ചിലപ്പോ മനസ്സ് ക്ഷീണിച്ചിരിക്കുമ്പോൾ. എന്നാലും നമ്മൾ വചനം വായിച്ചോണം. എഗസ്കേലിനെ എവിടെയാ നിർത്തിയിരിക്കുന്നേ? ഉണങ്ങി പൊടിഞ്ഞ അസ്ഥി താഴ്വരയില്. എന്നിട്ട് എഗസ്കേലിൽ നിന്നിട്ട് എന്നാ പറയുന്നേ പൊടിഞ്ഞ അസ്ഥികളോട്? ഉണങ്ങിയ അസ്ഥികളെ, നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പിൻ. ഇല്ലേ? യഹോവയുടെ വചനം കേട്ടപ്പോഴാണ് അസ്ഥി അസ്ഥിയോട് ചേർന്നത്. മാംസം വെച്ചു അല്ലേ? ത്വക്ക് വെച്ചു, ജീവൻ വെച്ചു. അപ്പോൾ സൈന്യമായിട്ട് നിന്നു എന്നല്ല, നിവർന്നു നിന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നിർത്തുക മാത്രമല്ല, നമ്മളെ നിവർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ശിരസിനെ ഉയർത്തി നിർത്തുന്ന ഒരനുഭവം ഉണ്ട്. എപ്പോഴാണ് ഉയർത്തി നിർത്തുന്നത്? തിരുവചനം നമ്മുടെ ഉള്ളില്. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച എന്നെ യോഹന്നാൻ 14:23 എന്നെ വായിച്ച എന്റെ വചനത്തെ പ്രമാണിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞങ്ങൾ അവന്റെ അടുക്കൽ അവനോട് കൂടെ വാസം ചെയ്യും. ഞങ്ങൾ, കർത്താവ് പറയാണ്, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ വചനം പ്രമാണിക്കും, അവനെ എന്റെ കർത്താവ് പിതാവ് സ്നേഹിക്കുന്നു. ഞങ്ങൾ, അതാരാ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളോട് കൂടെ വാസം ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളോട് കൂടെ വാസം ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ദൈവമക്കള്. എന്ത് ആനന്ദമായിരിക്കും നമ്മുടെ ജീവിതം, എന്ത് സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതം. ദൈവമക്കളും മടുത്തോ സിനി സിസ്റ്ററുടെ വാക്കൊക്കെ കേട്ടിട്ട്? ഹല്ലേലൂയ, ക്ഷീണിച്ചോ? ഹല്ലേലൂയ. ഈ സിസ്റ്റർ എന്തൊക്കെയോ അവിടെ ഇവിടെ ചിലരിപ്പോ പറയാറുണ്ട്, വചനത്തിൽ നിന്നില്ല. ചിലരുടെ പരാതിയാ. ഒരു പ്രസംഗം കേട്ടിട്ട് വചനത്തിൽ നിന്നില്ല, ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. പിന്നെ അടുത്തത് പറയും വചനം ഇല്ലായിരുന്നു, ആരാധന മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ചിലർ പറയും പിന്നെ നല്ല പ്രസംഗമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഈ പ്രസംഗത്തിനും വചനത്തിനും ഒക്കെ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുക അല്ലേ? ഇപ്പൊ യൂട്യൂബിൽ കയറിയ ഏത് മെസ്സേജാ കേൾക്കണ്ടേ നമുക്ക് അറിയത്തില്ല. ഏത് ദൈവദാസന്റെ മെസ്സേജ് നമുക്ക് കേൾക്കണം? ഏത് വേണേലും നമ്മള് ഹല്ലേലൂയ സ്തോത്രം തിരുവചനം വായിക്കാനായിട്ട് സമയം ഒന്ന് വേർതിരിച്ച്. ഇന്ന് സഹോദരിമാരെല്ലാം കൂടി വന്നു ക്യാമറയൊക്കെ ഓണാക്കി വേണം ഇങ്ങനെ ഇരിക്കണം. എന്നാന്നറിയാവോ? നമ്മുടെ മുഖമൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ കൂട്ടായ്മ. അപ്പൊ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2016 ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടൂന്ന് ഒരു വാർത്ത കേട്ടു. 2016. അപ്പം എല്ലാരും അങ്ങ് ഇപ്പൊ ഡാം പൊട്ടൂന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പൊ ഞാൻ യേശുപ്പച്ചനോട് ചോദിച്ചു, കർത്താവേ, എല്ലാരും പറയുന്നു ഡാം പൊട്ടൂന്ന്, ഡാം പൊട്ടൂ? അപ്പൊ അപ്പച്ചൻ എന്നോട് പറയാ, സീനി, അതെന്നേ പൊട്ടേണ്ടതാ. ദൂതന്മാരിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. ഹല്ലേലൂയ സ്തോത്രം. അത് പൊട്ടേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ അപ്പച്ചൻ പറഞ്ഞാലേ ദൂതന്മാർ അതിനകത്തുനിന്ന് കൈയെടുക്കത്തുള്ളൂ. മനസ്സിലായോ? ഇവിടെ അപ്പന്റെ സമയാകാതെ നമുക്ക് എന്തേലും സംഭവിക്കുമോ? തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അല്ലെ? ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഒരു കുറുപ്രാവാണെങ്കിൽ, കാക്കയോടല്ല പറയുന്നത് കേട്ടോ, കുറുപ്രാവിനോടാ പറയുന്നത്. കുറുപ്രാവാന്നുള്ളതിന് തെളിവെന്നാ? കുറുപ്രാവിന്റെ കണ്ണിലോട്ടൊന്ന് നോക്കിയാൽ മതി. കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും ഇല്ലേ? ഹല്ലേലൂയ സ്തോത്രം. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളോട് ആരും ചോദിക്കും, എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? മക്കളാണ് ചോദിക്കും, മമ്മി എന്തിനാ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ ചോദിക്കും, നീ എന്തിനാ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. എന്നാ അതിന്റെ അർത്ഥം? കുറുപ്രാവായതുകൊണ്ടാണ്.
ചില അമ്മച്ചിമാര് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാം. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറുപ്രാവ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും മക്കള് പറയോ, മമ്മി, മമ്മിയുടെ സ്വരം ഒന്ന് കേൾക്കട്ടെ, മമ്മി ഒന്ന് സംസാരിച്ചേ എന്ന് പറയോ? ഒന്ന് മിണ്ടാതിരിക്കും മമ്മി, ഇല്ലേ? അങ്ങനെയല്ലേ നമ്മളോട് പറയുന്നത്. നമ്മുടെ അച്ഛൻ പറയോ, നീ ഒന്ന് സംസാരിച്ചേ, നിന്റെ ശബ്ദം കേൾക്കാൻ എന്തൊരു മാധുര്യമാ, ഇത് പറയുവോ? ഓ, ഒന്ന് മിണ്ടാതിരിക്കുക, തലവേദന എടുക്കുന്നു, ഇല്ലേ? ഇങ്ങനെയല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവര് പറയാറ്. പക്ഷേ നമ്മുടെ യേശുപ്പച്ചൻ പറയാ, ഞാൻ നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ, ഞാൻ നിന്റെ മാധുര്യമുള്ള മുഖം ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ അപ്പച്ചൻ. ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ളവർക്കൊക്കെ നമ്മുടെ സൗണ്ട് ഒക്കെ ഇറിറ്റേഷൻ ആയിരിക്കും. പക്ഷെ നമ്മുടെ അപ്പച്ചന് അത് കേൾക്കുമ്പോൾ ഭയങ്കര മാധുര്യമായിട്ടാ നമ്മുടെ അപ്പച്ചൻ അത് കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ നമ്മുടെ നല്ലൊരു ഫ്രണ്ടാക്കി അപ്പച്ചനോട് സംസാരിക്കാൻ തുടങ്ങണം ഇന്ന് മുതൽ കേട്ടോ. അപ്പനോട് പറയണം, അപ്പായെ എനിക്ക് വേണ്ടേ ഈ ഇന്ന സമയത്ത് എനിക്ക് കുറച്ച് സാമ്പത്തികം വേണം കേട്ടോ. കർത്താവേ, എന്റെ കാല് വയ്യ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രോഗമുണ്ട്, ഈ രോഗം കൊണ്ടൊന്നും നടക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്റെ അപ്പച്ചൻ എത്രയോ പേരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ രോഗിയെ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നെ സൗഖ്യമാക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്റെ അപ്പ എന്നെ ഒന്ന് തൊട്ടേ, അപ്പനോടൊന്ന് സംസാരിച്ചേ, ആ കൈ എന്റെ മേലൊന്ന് വെച്ചേ, എനിക്ക് വേദനയുള്ളിടത്ത് അപ്പയുടെ കൈ ഒന്ന് വെച്ചേ. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ സംസാരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. സംസാരിക്കാൻ തുടങ്ങുക ഇന്ന് മുതൽ നമ്മൾ. ഹല്ലേലൂയ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം കേൾക്കുന്നവരിക്കും, സിനി ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കണേ? വേറെ ആര്, രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കണേ? അപ്പായോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് മുതൽ നമ്മൾ സംസാരിക്കാൻ പോവുക. ഹല്ലേലൂയ. അപ്പച്ചനോട് സംസാരിക്കാൻ പോവുക. കർത്താവച്ചാ, എനിക്ക് ഇന്ന വിഷയമുണ്ട്. ഇന്നാളൊരു ദിവസേ ഞാൻ ഒരു സാക്ഷിയോട് പറഞ്ഞിട്ട് ഇരിക്കാൻ പോവാ. ദൈവമക്കൾ മടുത്തു അല്ലേ? ഞാൻ ഇരിക്കാൻ പോവാ കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഞാന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് ഒരു 5000 രൂപ വേണം. അപ്പം ഞാൻ അടുക്കളയിൽ നിന്നിട്ട് അപ്പച്ചനോട് പറയാ, അപ്പായേ എനിക്ക് ഒരു 5000 രൂപ വേണം കേട്ടോ. ദൈവമക്കളെ, സിനി സിസ്റ്റർ ഈ വേദപുസ്തകത്തിന്റെ മുമ്പിലാ ഇരിക്കുന്നേ. ഒരു കള്ളവും ഇല്ല, കപടവും ഇല്ല. ഉള്ള കാര്യം ഉള്ളതുപോലെയൊക്കെ പറയാം. അപ്പായേ എനിക്കൊരു 5000 രൂപ വേണം. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ കണക്ക് കൂട്ടിയേച്ചാണ് അപ്പച്ചനോട് ചോദിക്കുന്നത്. ഇത്ര രൂപ എനിക്ക് വേണം. അപ്പം പെട്ടെന്ന് എന്റെ ഫോണിൽ ഒരു മെസ്സേജ്. ഞാൻ നോക്കിയപ്പോ ഉണ്ട് 5000 രൂപ. അപ്പൊ നമ്മുടെ യേശുപ്പച്ചന് ഈ പോക്കറ്റിന്ന് എടുത്തിട്ട് ഇന്നാ മോളെ എന്നും പറഞ്ഞ് തരുന്നത് പോലെ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ അനുഭവം ഉണ്ടായിരിക്കും. എന്നെ ദൈവം ഇങ്ങനെ ഓരോ നിമിഷവും പത്രോസ് പറഞ്ഞ പോലെ മഹിമ കണ്ട സാക്ഷികളാ. യേശുപ്പച്ചന്റെ ഓരോ പ്രവൃത്തി, ഓരോ നിമിഷവും ആരേലും കേട്ടിട്ടും പറഞ്ഞിട്ടും നടക്കുന്നവരല്ല. ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ച് നടക്കുക. എന്റെ അച്ഛൻ പോയതിന്റെ പിറ്റത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാനും എന്റെ പിള്ളേരുടെ ചർച്ചിൽ ആരാധനയ്ക്ക് പോവുക. ബൈക്കിലാ പോകുന്നേ. അപ്പം ഇവിടെ എന്റെ കയ്യിലാകെ 120 രൂപയുണ്ട്. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു, എടാ നീയ് 20 രൂപ സ്വോത്രകാഴ്ച ഇട്ടു. നീ മാത്രം ഇട്ടാ മതി. 100 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ അടിക്കാം. 20 രൂപ നീ സ്വോത്രകാഴ്ച ഇട്ടു എന്ന് പറഞ്ഞു. ഞങ്ങള് 3 പേരുടെ ബൈക്കേ പോവുക. അന്ന് പിന്നെ ഈ നിയമം ഇല്ല, 3 പേർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 2018 കേട്ടോ. അപ്പം ഞാന് ഈ ഹല്ലേലൂയ സ്തോത്രം ഈ 120 രൂപയും കൊണ്ട് സഭയിൽ ചെല്ലുക. കാരണം പെട്രോൾ അടിക്കാൻ മറന്നുപോയി. അവിടെ ചെന്നപ്പോ എന്റെ മോള് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഒരു 10 രൂപ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചിട്ട് പറയാം, മമ്മി എന്റെ കയ്യിലും 10 രൂപയുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇട്ടോളാൻ പറഞ്ഞു. അപ്പൊ മോന്റെ കയ്യില് ഞാൻ 20 രൂപ കൊടുത്തു. 100 രൂപ എന്റെ കയ്യിലിരിക്കും. അപ്പൊ ഞാൻ പറയുവാ, അപ്പച്ചാ പെട്രോള് ഉണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. ഞാനിത് സ്തോത്ര കാഴ്ച ഇടാൻ പോവാ. ഞാൻ അപ്പൊ ഈ 20 രൂപ 100 രൂപ സ്തോത്ര കാഴ്ച ഇട്ടു. അപ്പം 130 രൂപ ഞാനും പിള്ളേരും കൂടെ സ്തോത്ര കാഴ്ച ഇട്ടു. പിന്നെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, ആരാധന കഴിഞ്ഞപ്പോ ഞാൻ എന്റെ മോനോട് പറഞ്ഞു, എടാ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, വണ്ടി വിട്ടടിച്ചോ വീട്ടിലോട്ട്. വീട്ടിലെത്തിയിട്ട് നീ നിർത്താവൂ. വഴി കിടന്നാല് ഹല്ലേലൂയ സ്തോത്രം പെട്രോൾ അടിക്കാൻ പൈസയില്ല ദൈവമക്കളെ. ഞാൻ എന്റെ വീട്ടിൽ വന്നു. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എന്റെ തൊട്ടടുത്ത ഞാൻ വാടക കൊടുക്കുന്ന ഇവിടുത്തെ എന്റെ ഓണർ, ഇവിടെ ഒരു അമ്മച്ചി മരിച്ചുപോയി 2 വർഷം മുമ്പ്. കർത്താവിൽ ചേർക്കപ്പെട്ടു.
ഈ അമ്മച്ചി സിനിമോളെ സിനിമോളെ എന്ന് വിളിക്കുന്നുണ്ട് ഗേറ്റിന്റെ അവിടെ നിന്നിട്ട്. അപ്പൊ ഞാന് നോക്കിയപ്പം ഈ അമ്മച്ചി ഇടത്തെ കൈ പുറകിലും വലത്തെ കൈ മുമ്പിലും പിടിച്ചുകൊണ്ട് നിൽക്കുക. അമ്മച്ചി അങ്ങനെയാ. ഇടത്തെ കൈ കൊടുക്കുന്നത് വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയരുത്. അപ്പൊ ഈ അമ്മച്ചി എന്നെ വിളിക്കുക. ഞാൻ ഓടിച്ചെല്ലുക. എന്നെ അമ്മച്ചി വിളിക്കുന്നേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു. ഓടിച്ചെന്നപ്പം എന്റെ കൊച്ചുമോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനോട് ഞാനൊരു കുറച്ചൊരു നന്മ മേടിച്ചു നിനക്ക് തരാൻ വേണ്ടിയിട്ട്. ഞാൻ ആ പൊതി ഇവിടെ വന്ന് നോക്കി ഒരു ചെറിയ കവർ നോക്കിയപ്പോണ്ട് ദൈവമക്കളെ 5000 രൂപ. ദൈവമക്കളൊന്ന് ചിന്തിച്ചേ. ഞാൻ എത്രയാ സഭയില് ഞാന് സ്തോത്ര കാഴ്ചയിട്ട് ഒരു 1-1.5 മണിക്കൂർ ആയതേ ഉള്ളൂ. ഞാൻ വീട്ടിൽ വന്നു. അപ്പൊ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായ അനുഭവത്തിലൂടെ കർത്താവ് എന്നെ നടത്തി. ഈ 35 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടും ഈ 35 ലക്ഷം രൂപ ഞാൻ കടം വീട്ടുമ്പോൾ ഞാൻ എന്റെ ദശാംശം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ കടം വീട്ടുന്നത്. 1 ലക്ഷം രൂപ കിട്ടിയാൽ 10,000 രൂപ എന്റെ അല്ല, അത് ദശാംശം, അത് ആലയത്തിനുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഞാൻ എന്റെ കർത്താവ് എന്നെ ഓരോ നിമിഷവും വചനം എങ്ങനെ പറയണോ അതുപോലെ ഞാൻ അതാ പറഞ്ഞു തരുന്നത് ദേവദാസിമാരോട് കേട്ടോ. ചിലപ്പോ ശരി 1 ലക്ഷം രൂപ കിട്ടിയ 2 ലക്ഷത്തിന്റെ ആവശ്യം, പിന്നെ നമ്മൾ എങ്ങനെ സ്വോത്രവാഴ്ച ഇടും, നമ്മൾ ദശാംശം കൊടുക്കും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ നമ്മള് അങ്ങനെ ഒരു യുദ്ധം ചെയ്യുന്നത് പോലെ നമ്മൾ ഈ വചനത്തിന് വേണ്ടി നിന്നെങ്കിൽ മാത്രമേ ഒരു നന്മ കാണാൻ പറ്റത്തുള്ളൂ. എന്റെ അനുഭവത്തീന്ന് ഞാൻ ദൈവമക്കളോട് പറഞ്ഞു തരുക. ഞാൻ ഒരു 1000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 രൂപ ദശാംശം, 100 രൂപ എന്റെ ചെലവ്, 800 രൂപ കടം വീട്ടും. ഇങ്ങനെ കടം വീട്ടിട്ടാ എന്റെ കടം വീടിയത്. നമ്മൾ പരിജ്ഞാനത്തോടെ ജീവിക്കണം. സിനി സിസ്റ്റർക്ക് ഒരുപാട് പറയാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മള് ഓരോ ഡ്രസ്സ് മേടിക്കുമ്പോഴും നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴും ഇത് ആവശ്യമുള്ളതാണോ, ദൈവീകമാണോ എന്ന് ചിന്തിച്ച് നമ്മൾ ഓരോ രൂപയും ദൈവീകമായിട്ട് ചെലവഴിക്കണം. എന്നെയൊക്കെ ഇത് പഠിപ്പിച്ചത് എന്റെ കയ്യിൽ ഈ കുടുംബം വന്നപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് സുബോധം തരുന്നത്. ഹല്ലേലൂയ. അതിനു മുമ്പ് അച്ചാൻ വെല്ലും കൊണ്ട് തരും, കഴിക്കും, ഡ്രസ്സ് മേടിച്ചു തരും, ഇടും. ഹല്ലേലൂയ. ഒന്നും അറിയുന്നില്ല. ഇങ്ങനെ അങ്ങ് പോവാ. ഹല്ലേലൂയ. എന്റെ അച്ചാനെ യേശുപ്പച്ചൻ അങ്ങ് എടുത്തപ്പോഴാണ് സുബോധം വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അച്ചാനുള്ള സമയത്ത് അച്ചാന്റെ വണ്ടിയില് കാറിലാണെങ്കിൽ ഫ്രണ്ടിൽ കയറിയിരിക്കും, ബൈക്കിലാണെങ്കിൽ പുറകിൽ കയറിയിരിക്കും, പോവുക. ഒരു പച്ചക്കറി മേടിക്കാനും അറിയത്തില്ല. അപ്പൊ അവിടെ പച്ചക്കറി കടയിൽ ചെന്നിട്ട് പാവം ചോദിക്കും എന്നോട്, വെളുത്തുള്ളി ഉണ്ടോടി, ഇഞ്ചി ഉണ്ടോടി, മുളകുണ്ടോ, ഉപ്പുണ്ടോ? അപ്പൊ ഞാൻ പറയും ഉണ്ടോ ഇല്ല എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ മിണ്ടാതിരിക്കുക. കാരണം മേടിച്ചോണ്ട് വീട്ടിൽ വന്നാൽ ചിലപ്പോ ഉണ്ടെങ്കിലോ അവിടെ വെച്ച് വഴക്കിടും. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കുക. അപ്പൊ പിന്നെ അച്ചാരിങ്ങ് മേടിക്കും. ദൈവമക്കളെ ഒരു 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 എന്തുവാ പറയണേ, അപ്പൊ പിന്നെ മന്ദബുദ്ധിയെ പോലെ ഞാൻ നടക്കുമായിരുന്നു. ഒരു വിവരമില്ലാത്ത ഒരു സ്ത്രീയെ പോലെ. പക്ഷെ എന്റെ ജീവിതത്തില് ഈ ബാധ്യതകളും ഈ 2 മക്കളും ഈ പിന്നെ വാടക വീടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോള് ഈ ഒരു വിഷയം എന്റെ അപ്പച്ചൻ എന്നെ ഏൽപ്പിച്ചപ്പോള് ഞാന് ഒരു തികവുള്ളവളായി കർത്താവ് എന്നെ മെനഞ്ഞു, എന്നെ പണിതു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ അനുഭവത്തിലൂടെയാ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോ നിമിഷവും നടത്തുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കട്ടെ. സിനി സിസ്റ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ആലിസ് ആന്റിക്ക് അറിയാം, ഫേബമോൾക്കും അറിയാം. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളിങ്ങനെ ഇരിക്കും ഇല്ലേ? ഹല്ലേലൂയ സ്തോത്രം. 3-4-5 മണിക്കൂർ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെയാ. അല്ലാണ്ട് ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടോ ഒന്നും പറയുന്നില്ല. യേശുപ്പിച്ചൻ തരുന്നു, ദൈവമകൾക്ക് തരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മള് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1 തെസ്സലോനി 4 അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 16 വാക്യം തൊട്ട് നമ്മൾ വായിച്ചല്ലേ? അതിന്റെ 18 വാക്യം മാത്രം. അപ്പൊ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. നമുക്ക് കർത്താവിന്റെ വരവ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശ്വസിക്കണം. വേറൊന്നും നാട്ടുകാര്യങ്ങളൊന്നും പറയാൻ ഇനി സമയമില്ല. ആരെ കിട്ടിയാലും യേശുപ്പച്ചന്റെ കാര്യം പറഞ്ഞോണം. ഇന്ന് ഇവിടെ ഒരു ആന്റി വന്നു. അപ്പൊ ഒരു ബ്രദറും ഒരു സിസ്റ്ററും കൂടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോ അവരുടെ കൂടെ ആ ബ്രദറിന്റെ ആ സിസ്റ്ററേയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നതാ. ആ ആന്റിയെ ഞാൻ കൊണ്ടുവന്ന് എന്റെ കൈ കിട്ടി ഉടനെ ഞാൻ രക്ഷിക്കപ്പെടുത്തി. ഹല്ലേലൂയ സ്തോത്രം. എന്നാ നമ്മുടെ ഡ്യൂട്ടി അത്. എത്രയും വേഗം ഈ പെട്ടകത്തിലേക്ക്
നമ്മുടെ കൈ ഇപ്പം എനിക്ക് വചനം അറിയത്തില്ലല്ലോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും ഇരുന്നേക്കരുത്. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പഠിച്ചേച്ചല്ല രക്ഷിക്കപ്പെടുത്തുന്നത്. നമ്മുടെ യേശുപ്പച്ചനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള വചനം അല്ലേ? റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എല്ലാവർക്കും അറിയാം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും. ഇത് കാണാതെ പഠിച്ചിട്ട് നടന്നോണം എല്ലാരും. എന്നാ കയ്യിൽ ആരേലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ചോദിക്കണം, ആന്റി രക്ഷിക്കപ്പെട്ടതാണോ? മോളെ രക്ഷിക്കപ്പെട്ടതാണോ? ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക. കാരണം എന്നാ ഈ പെട്ടകത്തിലോട്ട് നമ്മൾ അവരെ പിടിച്ചു കയറ്റുക. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അറിവില്ലല്ലോ, ഞാൻ ഒരു പ്രവാചികയല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒരു ശുശ്രൂഷക്കാരി അല്ലല്ലോ എന്നൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാ കേട്ടോ ദൈവമക്കളെ. ഞാൻ നിർത്തുവാ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടു, ഈ ദൈവദാസന്മാരും പുരുഷന്മാരെല്ലാം സ്ത്രീകള് പ്രസംഗിക്കുന്നതിനെ കുറിച്ചും അവര് ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ചും ഒരുപാട് സംസാരമുണ്ട് അല്ലേ? നമ്മള് സൗമ്യതയോടെ ജീവിക്കണം. നമ്മൾ പുരുഷന്മാരുടെ തലയിൽ കൈവെക്കാനോ അവരോട് പ്രവചിക്കാനോ അവരെ ഉപദേശിക്കാനോ ഒന്നും നമുക്ക് ദൈവം നമുക്ക് വചനപ്രകാരം പിന്നെ നമുക്ക് അധികാരം ഇല്ല. ഒക്കെ ശരിയാ. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മള് ശാസിക്കണ്ടേ? നമുക്കറിയാം നമ്മുടെ സഹോദരങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, യേശുപ്പച്ചാ, ഈ സഹോദരിമാര് പ്രസംഗിക്കരുതെന്ന് അനേകര് പറയുന്നല്ലോ, സുവിശേഷം പറയരുതെന്ന് പറയുന്നല്ലോ, ഇങ്ങനെ പ്രവർത്തിക്കരുതെന്നോ ശുശ്രൂഷിക്കരുതെന്നോ ഒക്കെ പറയുന്നല്ലോ, എന്നാ ചെയ്യണ്ടേ? കർത്താവിനോട് ചോദിച്ചപ്പോ കർത്താവ് എന്നോട് പറയുക, സിനി, ഈ വയനാട്ടില് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പ്രളയം ഉണ്ടായല്ലോ അല്ലേ? പിന്നെ ആ പ്രളയത്തില് എന്നെ അവിടെ നിർത്തിയേക്കുവാ. ഞാനിങ്ങനെ കാണും. അപ്പൊ എന്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളും വലിയവരൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവുക. ഒഴുകിപ്പോകുമ്പോ കർത്താവ് എന്നോട് ചോദിക്കുക, നീ പറയുവോ പുരുഷന്മാർ വന്ന് എടുക്കട്ടെ എന്ന് പറയുവോ? ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കൈ എത്തുന്നവരെയൊക്കെ നീ കൈ പിടിച്ച് കയറ്റത്തില്ലേ? രക്ഷിക്കത്തില്ലേ? ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രളയത്തില് ആ മണ്ണും ആ വെള്ളവും കുടിച്ച് ആ മരണത്തോട് മല്ലടിച്ച് ഒഴുകിപ്പോകുന്ന ആ വ്യക്തികളെ നമ്മൾ കയ്യെ പിടിച്ച് തൂക്കിയെടുത്ത് രക്ഷിക്കുന്നത് പോലെയാണ് ഒരാളോട് സുവിശേഷം പറഞ്ഞ് നമ്മൾ പുറത്തു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഭാവിക്കുന്നതിന്റെ മീതെ ഭാവിച്ചൊന്നും ഉയരണ്ട. പുരുഷന്മാരുടെ തലയിലൊന്നും നമ്മൾ കയറണ്ട. നമ്മൾ താഴ്മയോടൊക്കെ ജീവിച്ചാൽ മതി. അതാ നല്ലത്. സൗമ്യതയാ നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അതാ വിശുദ്ധ സ്ത്രീകൾ തന്നെത്താൻ ഒരുങ്ങിയത് താഴ്മ കൊണ്ടാ. എന്തോരം താഴാവോ അത്രയും സൗന്ദര്യം നമുക്ക്. ദൈവമക്കളെ, നമ്മൾ ഈ അഹങ്കാരം പിടിച്ച് നടന്നിട്ട് എന്നാ കാര്യം? നമ്മുടെ അപ്പച്ചൻ വരാൻ സമയമായി കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ വചനങ്ങളാല് ദൈവം അനുഗ്രഹിക്കട്ടെ. സിനി സിസ്റ്റർ പ്രവചിച്ചില്ല എന്നൊന്നും പറയരുത്. സിനി സിസ്റ്ററുടെ പിന്നെ ശുശ്രൂഷ ഇങ്ങനെയാ കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ, ഞാന് യേശു അപ്പച്ചന് പ്രസാദിപ്പ് കൊടുക്കണം അല്ലേ? അപ്പച്ചന് സിനി നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അപ്പയുടെ മുഖത്തോട്ടൊന്ന് നോക്കണം. അപ്പായെ ഇഷ്ടപ്പെട്ടോ? ആ, അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പയുടെ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ വീട് ഇന്ന് മുതൽ ഇന്ന് രാത്രി കിടക്കുമ്പോൾ നമുക്ക് യേശുപ്പച്ചൻ ദർശനം തരും, വെളിപ്പാട് തരും. നമ്മൾ ഏത് വിഷയമാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ആ വിഷയം കർത്താവ് നമുക്ക് ദർശനം തരാൻ പോവുക, വെളിപ്പാട് തരാൻ പോവുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അപ്പായേ 10-11 മണിയോളം ആകുന്നു കർത്താവേ. സഹോദരിമാര് ഉണർന്ന് അവിടുത്തെ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുന്നു. ക്ഷീണമില്ലാത്തത് കൊണ്ടല്ല, ഹല്ലേലൂയ, സ്തോത്രം, ആരോഗ്യ കൂടുതൽ കൊണ്ടുമല്ല, എൻ്റെ അപ്പച്ചനോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങള് അവിടുത്തെ പാതപിടത്തിലായിരിക്കുന്നു കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഏത് വിഷയത്തിന് മേലാണോ എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തിന്മേൽ തമ്പുരാൻ എന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആണിപ്പഴുതുള്ള കരം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേല് തഴുകുമാറാകണമേ. ആ രോഗത്തിന്റെ ആത്മാവിനെ യേശു കർത്താവിന്റെ നാമത്തില് ഞാൻ പുറത്താക്കുകയാണ്. പ്രിയ മക്കളെ വിട്ടുപോകുവാൻ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കടഭാരമുള്ളവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ യേശു കർത്താവിന്റെ നാമത്തില് ആ ദുഷ്ടന്റെ മുഖം ഒടിയട്ടെ. നീതിമാന്മാർ നീതികേടിലോട്ട് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കത്തില്ല.
ആരുടെയെങ്കിലും എന്റെ അപ്പച്ചന്റെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ദുഷ്ടന്റെ ചെങ്കോൽ വാഴുന്നുവെങ്കിൽ യേശു കർത്താവിന്റെ നാമത്തില് ഞങ്ങൾ അതിനെ ഉടച്ചു കളയുക. എന്റെ കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ആ ക്രൂശിന്റെ ചോട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുക. ഹന്ന ശൗമേൽ ബാലനെ ആലയത്തിൽ സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ പാതവെടുത്തി സമർപ്പിക്കുക. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആരെങ്കിലും ഇടിവി നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആ ക്രൂശിന്റെ ചോട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങൾ നേരത്തെ സംസാരിച്ചതുപോലെ ആ മോന് ദർശനം കൊടുത്തതുപോലെ അവൻ ആൾ മാറിയവനെ പോലെ രാവിലെ എഴുന്നേറ്റ് ആ അപ്പനും അമ്മയ്ക്കും ഹല്ലേലൂയ സ്തോത്രം ഒരു പുതിയ വ്യക്തിത്വമായി കൊടുത്തതുപോലെ എന്റെ കർത്താവ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ആ വ്യക്തികളെ കൊടുക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ കുടുംബങ്ങളെ ക്രൂശിന്റെ ചോട്ടിൽ സമർപ്പിക്കുക. കർത്താവെ, അവിടുത്തെ സാന്നിധ്യവും സമാധാനവും എന്റെ കർത്താവ് ഒരു നദി പോലെ ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഞങ്ങളോടുള്ള വാഗ്ദത്തമാണ്. ഈ രാത്രി ഞങ്ങളോട് സംസാരിക്കണം. ദർശനം, വെളിപ്പാട്, കാഴ്ചപ്പാട്, അധികാരം യേശു കർത്താവിന്റെ നാമത്തില് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. നഷ്ടപ്പെട്ട കൃപാവരങ്ങളെ ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തില് അവകാശമാക്കുകയാണ്. മൂർച്ചയുള്ള ആയുധങ്ങളായി ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശം ഞങ്ങളിലൂടെ വിടുവിക്കപ്പെടണം. ഞങ്ങളുടെ ദേശത്ത് ഞങ്ങൾ മാതൃകയുള്ളവരാകണം, പ്രകാശമാകണം. ഞങ്ങളുടെ ദേശത്ത് ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകല്ലേ. ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണമേ. ലോകരാഷ്ട്രങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അനർത്ഥം മാറിപ്പോകട്ടെ, ആപത്ത് മാറിപ്പോകട്ടെ. കരച്ചിലുളവാക്കുന്ന വിഷയങ്ങള്, കേൾക്കരുതാത്തത്, കാണരുതാത്തത് ഒന്നും, ഒരപകടമോ ആപത്തോ ദുർമരണമോ ഒന്നും ഞങ്ങളുടെ ഭവനത്തിലോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളിലോ ഞങ്ങളുടെ ദൈവസഭകളിലോ ഞങ്ങളുടെ ദേശത്തോ സംഭവിക്കാൻ അനുവദിക്കല്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൂടിവരവിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോട്